Dear students, welcome to the third module of Industrial Engineering. So in this third module, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് മെത്തേഡ്സ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഒരു വർക്കിനെ എങ്ങനെ അനലൈസ് ചെയ്യാം. അതായത് നമുക്കൊരു കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ വർക്കുണ്ട്, ഐദർ ഇതൊരു പുതിയ വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് വർക്കിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. സോ അങ്ങനെ ഒരു കേസിൽ എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെൻറ്റ്. മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വർക്കിൻ്റെ മെത്തേഡ്സ്, നമ്മൾ കുറേ പ്രോസസ്സാണല്ലോ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേ പ്രോസസ്സാണ്. സോ ഈ ഓരോ മെത്തേഡ്സിനെയും ഓരോ എലമെൻ്റ് ആക്കിയിട്ട് നമ്മൾ പഠിക്കുക, സ്റ്റഡി ചെയ്യുക. സോ ദാറ്റ് കംസ് അണ്ടർ മെത്തേഡ് സ്റ്റഡി. ദാറ്റ് ഇസ് അനാലിസിസ് ഓഫ് വർക്ക് മെത്തേഡ്സ് യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ചാർട്ട്സ് ആൻഡ് ഫ്ലോ ഡയഗ്രാംസ്. കുറേ ചാർട്ടും കുറേ ഡയഗ്രാംസും ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ അനലൈസ് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്നത് മോഷൻ സ്റ്റഡിയാണ്. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹാൻഡ് മൂവ്മെൻറ്റ് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. മൈക്രോ മോഷൻ സ്റ്റഡി, ഈ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. മൈക്രോ മോഷൻ സ്റ്റഡി ആൻഡ് ടർബിളിങ്സ്, ദെൻ മോഷൻ എക്കണോമി. സോ ഇത്രയും കണ്ടൻസ് ആണ് മെത്തേഡ് എഞ്ചിനീയറിങ്ങിനകത്ത് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ വർക്ക് മെഷർമെൻറ്റ്. ഒരു വർക്കിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഓരോ വർക്കേഴ്സിനനുസരിച്ച് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ വർക്ക് ചെയ്യുന്നത്. സോ നമുക്കിതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഹൗ വി ക്യാൻ സ്റ്റാൻഡർഡൈസ് ദ വർക്ക്. സോ അതാണ് ഈ വർക്ക് മെഷർമെൻറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ വർക്ക് മെഷർമെൻറ്റിനകത്ത് പഠിക്കുന്ന രണ്ട് പ്രധാന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പെർഫോമൻസ് റേറ്റിംഗ് ആൻഡ് അലവൻസും സ്റ്റാൻഡേർഡ് ടൈമിനെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഹൗ ടു ഡിറ്റർമൈൻ പെർഫോമൻസ് റേറ്റിംഗ് ആൻഡ് അലവൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം. So based on work measurement, we have to evaluate our job evaluation and merit rating. The job evaluation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിനെ, ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്ത് വർക്കേഴ്സിൻ്റെ സാലറി കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാം. ദാറ്റ് കംസ് അണ്ടർ ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ്. ഇപ്പം ഒരു വർക്കറിന് നമുക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ജോലിയിലൊരു അടുത്തൊരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു പ്രമോഷൻ കൊടുക്കണം. സോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരെ റേറ്റ് ചെയ്യുന്നത്, അതാണ് മെറിറ്റ് റേറ്റിങ്ങിനകത്ത് വരുന്നത്. ദെൻ വേജസ് ആൻഡ് ഇൻസെൻറ്റീവ്. വർക്കേഴ്സിന് വേജസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും, അവർക്ക് ഓരോ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇൻസെൻറ്റീവ്സ് എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യും. ഇത്രയും കണ്ടൻസ് ആണ് നമ്മൾ മോഡ്യൂൾ 3 ജനറലി പഠിക്കുന്നത്. സോ ഇൻ ജനറൽ നമ്മൾ ഈ മോഡ്യൂൾ 3 പഠിക്കുന്ന കാര്യം വർക്ക് സ്റ്റഡിയാണ്. വി ഹാവ് ടു സ്റ്റഡി എ സർട്ടൺ വർക്ക്. സപ്പോസ് നമ്മളൊരു ലേത്തയിലൊരു വർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ലേത്തയിലൊരു വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ലേത്തിൽ ഒരു ടേണിങ് ഓപ്പറേഷൻ, ഒരു വർക്ക് പീസ്, നിങ്ങളെല്ലാവരും ലേത്തിൽ ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പം നിങ്ങൾ അന്ന് ചെയ്ത ആ വർക്ക് പീസ് ഒന്ന് ഓർത്ത് നോക്കുക എങ്ങനെയാണ്. അതിനകത്ത് കുറച്ച് ടേണിങ് ഉണ്ടായിരുന്നു, ടേപ്പ് ടേണിങ് ഉണ്ടായിരുന്നു, കർവ് ഉണ്ടായിരുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു വർക്കിനെ വെച്ചു. സോ ഇതിനകത്ത് രണ്ടായിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വർക്ക് സ്റ്റഡി ഒരു സർട്ടൺ വർക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ വരുന്നത് മെത്തേഡ് സ്റ്റഡിയാണ്. ഇതാണ് മെത്തേഡ് സ്റ്റഡി. അപ്പം മെത്തേഡ് സ്റ്റഡി ഞാൻ ഈ ലേത്തിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പം ഏതൊക്കെ മെത്തേഡ്സ്, അപ്പം ടേണിങ് ഓപ്പറേഷൻ ചെയ്തു, ടേപ്പ് ടേണിങ് ചെയ്തു, അല്ലെ കർവ് ചെയ്തു, ബോൾ കട്ടിങ് ചെയ്തു, ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഓരോ മെത്തേഡ്സിനെ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യാം. സോ ഈ ഒരു മെത്തേഡ് സ്റ്റഡിക്കകത്ത് നമ്മളതിനെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോഷൻ സ്റ്റഡി. ദ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വർക്ക് പീസ് ഒരിടത്തുനിന്ന് എടുത്തു, അത് ടൂൾ ഹോൾഡറിൽ ഫിക്സ് ചെയ്തു, ടൂൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഐ ഹാഡ് സം മൂവ്മെൻറ്റ്സ്, അല്ലേ, എനിക്ക് കുറേ മോഷൻസ് ഉണ്ടായിരുന്നു. സോ ഈ ഓരോ മോഷൻസിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അൺവാണ്ടഡ് മോഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എലിമിനേറ്റ് ചെയ്ത് വേണം. ദാറ്റ് കംസ് അണ്ടർ മോഷൻ സ്റ്റഡി. ഓക്കെ. പിന്നെ സോ അപ്പം ഒരു പാർട്ട് കഴിഞ്ഞു, വർക്ക് സ്റ്റഡിയുടെ ഒരു പാർട്ട് കഴിഞ്ഞു, മെത്തേഡ് സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ വരുന്നത്? സെക്കൻഡ് പാർട്ട് വരുന്നത് വർക്ക് മെഷർമെൻറ്റ്. ഒരു വർക്കിനെ എങ്ങനെ മെഷർ ചെയ്യാം. സോ വർക്ക് മെഷർമെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ടൈം സ്റ്റഡി എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു ടൈം സ്റ്റഡി, ഒരു സർട്ടൺ, ഇപ്പം ഞാൻ ഈ സെയിം ഓപ്പറേഷൻ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ ചെയ്യുന്നത്, അല്ലേ, അതുപോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർക്കേഴ്സ് അനുസരിച്ചും ഈ വർക്കിൻ്റെ എടുക്കുന്ന ടൈം ഡിപ്പെൻഡ് അല്ലെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം, അല്ലേ. അപ്പം ഒരു ആവറേജ് ഒരാൾ ചെയ്യുന്ന വർക്കും ഒരു സ്പീഡിൽ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന വർക്കും, ഇപ്പോൾ ഒരാൾ സ്പീഡിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അയാളാണ് പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കമ്പനി പോകണം, അല്ലേ. സോ അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ടൈം സ്റ്റഡി ചെയ്യുന്നത്. ഇത് രണ്ടും എന്തിനാണ് ചെയ്യുന്നത്? മെത്തേഡ് സ്റ്റഡിയും വർക്ക് സ്റ്റഡിയും നമ്മൾ ചെയ്യുന്നത് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി.
അത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുവഴി കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന വർക്ക് സ്റ്റഡി ആൻഡ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. Now, what is work study? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. What is work study? Work study is aimed at the investigation of all the factors which affect the efficiency and economy of the situation being reviewed in order to effect improvement. നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോ എലമെൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. So work study is a means of enhancing the production efficiency or productivity. The production efficiency അല്ലെങ്കിൽ productivity enhance ചെയ്യുക by elimination of waste and unnecessary operation. ഒരു വേസ്റ്റ് അല്ലെങ്കിൽ unnecessary ഓപ്പറേഷനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. So it is a technique to identify non-value adding operation by investigation of all the factors affecting the job. ഒരു ജോബിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്തുനിന്ന് നോൺ വാല്യൂ ആഡഡ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇതിനകത്ത് നമുക്ക് വരുന്നത് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. സോ വാട്ട് ഈസ് മെത്തേഡ് സ്റ്റഡി? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ. എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ് വേസ്. നമുക്കുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഡൂയിങ് എ വർക്ക് ആസ് എ മീൻസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് ഈസിയർ ആൻഡ് മോർ എഫക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ്. പിന്നെ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്സ് ഡിസൈൻ ടു എസ്റ്റാബ്ലിഷ് ദ ടൈം ഫോർ എ ക്വാളിഫൈഡ് വർക്കർ. ദ ടൈം ഫോർ എ ക്വാളിഫൈഡ് വർക്കർ ടു ക്യാരി ഔട്ട് എ സ്പെസിഫിക് ജോബ് അറ്റ് എ ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. കമ്പനി ഒരു സർട്ടൺ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യും. സോ ആ ഒരു പെർഫോമൻസ് ലെവൽ, അതിനാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഒരു വർക്കിന്. സോ ആ ഒരു പെർഫോമൻസ് ലെവലിൽ നമുക്ക് ഈ ഒരു വർക്കിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ദാറ്റ് ഈസ് വർക്ക് മെഷർമെൻറ്റ്. So method study and work measurement are parts of work study. The part of method study is known as motion study, and work measurement is also called by the name time study. So now we are coming in detail to method study. അപ്പോൾ മെത്തേഡ് സ്റ്റഡി നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഒരു മെത്തേഡിനെ അൺവാണ്ടഡ് ഓപ്പറേഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡി ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി? ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ഇംപ്രൂവ്ഡ് വർക്കിംഗ് പ്രോസസ്, സ്റ്റാൻഡർഡൈസിങ് ദ ബെസ്റ്റ് മെത്തേഡ്. അതായത് നമുക്ക് ഉള്ള വർക്കിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുക. വി ഹാവ് ടു ഇംപ്രൂവ് ദ കറൻറ്റ് വർക്കിംഗ് പ്രോസസ് ആൻഡ് സ്റ്റാൻഡർഡൈസ് ദ ബെസ്റ്റ് മെത്തേഡ്. നമുക്കുള്ള ബെസ്റ്റ് മെത്തേഡിനെ അതിനെ സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യാം. ദാറ്റ്സ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ് സ്റ്റഡി. And the second objective is improved in layout or improvement in layout. എന്താണ്? നമ്മുടെ കമ്പനിക്ക് ഒരു ലേഔട്ട് ഉണ്ട്. ഇന്ന മെഷീൻ ഇന്നടുത്ത്, അടുത്ത മെഷീൻ ഇന്നടുത്ത്. സോ നമ്മൾ ഓരോ മെത്തേഡ് പഠിക്കുമ്പോൾ, സപ്പോസ് ഇപ്പോൾ എനിക്കിവിടെ ഒരു ലെയ്ത്ത് ഉണ്ട്, അടുത്ത മില്ലിംഗ് മെഷീൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. ഈ ഒരു സീക്വൻസിലാണ് ഇത് പോകുന്നത്. പക്ഷേങ്കിൽ ഇപ്പം ഞാനൊരു വർക്ക് ചെയ്യുവാണ്. അപ്പം ആദ്യം എൻ്റെ വർക്ക് പീസ് ആദ്യം ലെയ്ത്തിൽ വന്നു, പിന്നെ അടുത്തിരിക്കുന്ന മില്ലിംഗ് മെഷീനാണ്. പക്ഷേ എൻ്റെ ഓപ്പറേഷൻ കമ്പനി സെയിം പ്രോഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ അടുത്തത് നേരെ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് പോയി. നമ്മുടെ പ്രോഡക്റ്റ് നേരെ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് പോയി, അവിടുന്ന് പിന്നെ തിരിച്ച് വന്ന് മില്ലിംഗ് മെഷീനിൽ പോയി. സോ ഒരു അൺവാണ്ടഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് പ്രോപ്പർ ആയിരുന്നില്ല. അപ്പം സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ മെഷീൻ ഇത് ഒന്ന് ഓൾട്ടർ ചെയ്യുക, അതായത് മില്ലിംഗ് മെഷീൻ മൂന്നാമത് വെച്ചിട്ട് ഡ്രില്ലിംഗ് മെഷീൻ രണ്ടാമത് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമുക്ക് അവിടെ കിട്ടും. സോ വി ക്യാൻ ഇംപ്രൂവ് ദ ലേഔട്ട് ഓഫ് എ പ്ലാന്റ് by doing some method study. Method study is directed towards the development of better layout by establishing method involving smooth and continuous flow of material. നമുക്ക് പുതിയ കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ വിൽ സ്റ്റഡി എങ്ങനെയാണ് ലേഔട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും സെലക്ട് ചെയ്യുന്ന മെത്തേഡ് സ്റ്റഡിയാണ്. Then safe working environment. So this method study creates a safe working environment for the workers by reducing the health hazards. Then effective utilization of resources. നമുക്കുള്ള റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ എഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചു അല്ലേ? സോ ഇതിനകത്ത് നമ്മൾ എഫക്റ്റീവ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ മെത്തേഡ് സ്റ്റഡി പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവിടുന്ന് അടുത്ത ഓപ്പറേഷൻ ശരിക്കും ഡ്രില്ലിങ് ആയിരുന്നു. പക്ഷേ
ഡ്രില്ലിംഗ് മെഷീൻ മൂന്നാമതായിരിക്കും. മൂന്നാമത് പോയി പിന്നെ പുറയിലേക്ക് വന്നു. പുറയിലേക്ക് അതായത് മെത്തേഡ്സ് അടുത്ത മില്ലിംഗ് മെഷീനിലേക്ക് വരണം. സോ അത് പുറയിലേക്ക് വന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ബാക്ക് ട്രാക്കിംഗ്. നമ്മൾ ബാക്കിലേക്ക് നമുക്ക് ഇതിനെ ട്രാക്ക് ചെയ്യേണ്ടി വന്നു. സോ ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബോട്ടിൽ നെക്സ്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്, ബോട്ടിൽ നെക്സ് അല്ലെങ്കിൽ എറേഴ്സ്. So we must have better material handling. Then efficient planning. So ultimate aim ഒരു efficient planning ഉണ്ടാകുക എന്നുള്ളതാണ്. So for that we do the method study. So method study ചെയ്യുന്നതിന് ഒരു ബേസിക് പ്രൊസീജിയർ ഉണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ബേസിക് പ്രൊസീജിയർ ഫോർ മെത്തേഡ് സ്റ്റഡി? 6 പ്രൊസീജിയേഴ്സ് വരുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ ഈസ് സെലക്ട്, ദെൻ റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, ഇൻസ്റ്റോൾ ആൻഡ് മെയിൻറ്റെയിൻ. എന്തൊക്കെയാണ്? സെലക്ട്, ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് പറയാം. അത് സെലക്ട് ദ വർക്ക് ടു ബി ഡൺ. എന്ത് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. റെക്കോർഡ് ദ വർക്ക് പ്രോപ്പർലി. നമ്മൾ ചെയ്യുന്ന വർക്കുകളെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാബിലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ റീഡിങ് നിങ്ങൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? സോ വി റെക്കോർഡ് ദ മെത്തേഡ്, ഈച്ച് ആൻഡ് എവറി മെത്തേഡ്. The third one is we examine each and every recorded values. നമ്മൾ കിട്ടിയേക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന മെത്തേഡ്സിനെ നമ്മൾ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ചെയ്യും. Then fourth one we develop, അല്ലേ? We develop a new method or alternative method. അപ്പോൾ ഈ എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് we develop a new method or alternative method. Then നമ്മൾ ഡെവലപ്പ് ചെയ്ത മെത്തേഡ്സ് we are going to install at the next stage. അടുത്ത സ്റ്റേജിൽ നമ്മൾ അതിനെ ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഇൻസ്റ്റോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് തീരുമോ? ഇല്ല. We have to maintain the working process or working method efficiently. So we have to regularly check whether the process is going correctly. So for that we are maintaining. So ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ പോകും. ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് സെലക്ടിങ് ദ ഓപ്പറേഷൻ, അല്ലെങ്കിൽ സെലക്ട് ആണ് നമ്മുടെ ഫസ്റ്റ്. സെലക്ട് ദ പ്രോസസ് ടു ബി സ്റ്റഡി. ഏത് പ്രോസസ്സാണ് നമ്മൾ ഒരു കമ്പനിയിൽ ഇഷ്ടം പോലെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? അതിൽ ഏത് ഓപ്പറേഷനാണ് നമ്മൾ എടുത്ത് മെത്തേഡ് സ്റ്റഡി ചെയ്യേണ്ടത്? സംടൈംസ് നമുക്കൊരു ലാക്കിങ് ആണെന്ന് തോന്നുന്ന ഒരു ഓപ്പറേഷൻ കാണും, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ലാന്ന് തോന്നുന്ന ഒരു ഓപ്പറേഷൻ കാണും. സോ ആ ഓപ്പറേഷനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ടേക്ക് സം കൺസിഡറേഷൻ. എന്തൊക്കെ കൺസിഡറേഷൻസ് ചെയ്യണം? വി ഹാവ് ടു ഡൂ സം എക്കണോമിക് കൺസിഡറേഷൻ. അത് നമ്മളിത് ചെയ്യുന്ന സാധനം എക്കണോമിക്കലാണോ? നമ്മൾ ഒത്തിരി പൈസ ചിലവഴിച്ച് നമ്മളിത് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ കാണത്തില്ല. ചെറിയൊരു മിസ്റ്റേക്ക് അല്ല, മൈനർ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വി ഹാവ് ടു ഡൂ സം എക്കണോമിക് കൺസിഡറേഷൻ. ദെൻ സെക്കൻഡ് എന്താ? വി ഹാവ് ടു ഡൂ സം ടെക്നിക്കൽ കൺസിഡറേഷൻ. എന്താ? നമുക്ക് ഇതിനുള്ള ടെക്നിക്കൽ നോളജ്, അല്ലെങ്കിൽ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്റ്റെബിലിറ്റി നമ്മുടെ കമ്പനിക്കുണ്ടോ നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഹ്യൂമൻ കൺസിഡറേഷൻ. ഹ്യൂമൻ കൺസിഡറേഷൻ വി ഹാവ് ടു കൺസിഡർ ദ ഹ്യൂമൻ, അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യണം. നമ്മളൊരു ജോബിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സർട്ടൺ വർക്ക് എടുത്തു. ആ വർക്ക് എടുത്തു കഴിഞ്ഞപ്പം വർക്കേഴ്സിൻ്റെ മനസ്സിൽ ഒരു ഡൗട്ട് തോന്നി, ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് തോന്നി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു കൺസിഡർ ദ ഹ്യൂമൻ, അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിനെ നമ്മൾ കൂടെ കൺസിഡർ ചെയ്യണം. വി ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് ദ മെൻ്റൽ ആൻഡ് ഇമോഷണൽ റിയാക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫോർ ദ ചേഞ്ചിങ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ ജോബ്. നമുക്കറിയാം, നമുക്കൊരു പുതിയ മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ടെൻഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് നമ്മുടെ ഉള്ളിലുണ്ടാകും അല്ലേ? സോ ദാറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ വർക്കേഴ്സ്. ഓക്കെ, ദാറ്റ് കൺസിഡറേഷൻ ഓൾസോ ഷുഡ് ബി ഡൺ. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ റെക്കോർഡ് സ്റ്റേജ്. എന്താ റെക്കോർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, സോ നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. സോ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും? അതിനുള്ള വേരിയസ് ടെക്നീക്സ് എന്തൊക്കെയാണ്? അതാണ് ഈ മോഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. സോ അതിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് ചാർട്ട്സും കുറച്ച് ഡയഗ്രാംസും ഉള്ളത്. സോ വി ഹാവ് സം പ്രോസസ് ചാർട്ട്സ് അല്ലേ? കുറച്ച് പ്രോസസ് ചാർട്ട്, ഓരോ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. സോ വി ഹാവ് സം പ്രോസസ് ചാർട്ട്. അപ്പോൾ പ്രോസസ് ചാർട്ടിനെ തന്നെ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ട്. പ്രോസസ് ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ടുണ്ട്, ഫ്ലോ പ്രോസസ് ചാർട്ടുണ്ട്, ടു ഹാൻഡിൽ പ്രോസസ് ചാർട്ടുണ്ട്, മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്സ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്ലോ പ്രോസസ് ചാർട്ടും ടു ഹാൻഡിൽ പ്രോസസ് ചാർട്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ വി ഹാവ് സർട്ടൺ ഡയഗ്രാംസ്. ഏതൊക്കെയാണ് നമ്മുടെ ഡയഗ്രാംസ്? വി ഹാവ് ഫ്ലോ ഡയഗ്രാംസ്, വി ഹാവ് സ്ട്രിങ് ഡയഗ്രാംസ്, ദെൻ മൈക്രോ മോഷൻ സ്റ്റഡി ഉണ്ട്. ദെൻ മൈക്രോ മോഷൻ സ്റ്റഡിക്കകത്ത് തന്നെ സൈക്കിൾ ഗ്രാഫും ക്രോണോസൈക്കിൾ ഗ്രാഫും ഉണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വി സെലക്റ്റഡ് ദ ജോബ്. സോ നമുക്ക് കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ ആ ജോബിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. വി ആർ റെക്കോർഡിംഗ് ദ വേരിയസ് മെത്തേഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ
current job. Then third stage we have to examine. നമ്മൾ എക്സാമിൻ ചെയ്യണം. എന്താണ്? The purpose, place and sequence of every operation should be critically examined. This reveals defects in existing methods. നമ്മുടെ കറണ്ട് മെത്തേഡിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറേ ചാർട്ട്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ എക്സാമിനേഷൻ നടത്തണം. Then നെക്സ്റ്റ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? We develop the new method. Develop the best method as resulted from critical examination and record it. So നമ്മളൊരു പുതിയ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ we have to consider certain factors. It should be practical and feasible. നമ്മൾ സജസ്റ്റ് ചെയ്ത പുതിയ മെത്തേഡ് should be practical and feasible. It should be safe and effective. It should be economical and it should be acceptable to design, production control and sales department. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. So once we develop the new method, the next stage is to install. നമ്മുടെ പുതിയ മെത്തേഡ് ഇൻസ്റ്റാൾ ചെയ്യണം. The new method should be installed with the help of supervisors, operators and after proper training of operators if required. നമുക്ക് ഓപ്പറേറ്റേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ പുതിയ മെത്തേഡിനെ ഇൻസ്റ്റാൾ ചെയ്യാം. Then next is maintain. നമ്മുടെ എക്സിസ്റ്റിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പുതിയ മെത്തേഡ് we have to maintain that correctly. Maintain the new method as standard practice and verify with the help of proper control procedures. Proper control procedures-ന് കൂടി ഇത് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. So these are the various methods. So അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? We are going to study the various process charts. So നമുക്ക് രണ്ട് പ്രോസസ് ചാർട്ടാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലോ പ്രോസസ് ചാർട്ടും ടു ഹാൻഡഡ് പ്രോസസ് ചാർട്ടും. So process chart records graphically or diagrammatically in sequence the operation connected with the process with the help of set of symbols. കുറച്ച് സിമ്പിൾസ് വെച്ചിട്ട് നമ്മുടെ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So here are the various symbols that we are using. ഒരു പ്രോസസ് ചാർട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ്. So the first one, operation. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടേണിങ്, ഇറ്റ്സ് എൻ ഓപ്പറേഷൻ. അല്ലെങ്കിൽ ടേപ്പർ ടേണിങ്, അതൊരു ഓപ്പറേഷനാണ്. ഡ്രില്ലിങ്, മില്ലിങ്, ഇതൊക്കെ ഓരോ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സർക്കിൾ വെച്ചിട്ടാണ്. ഒരു സർക്കിളാണ് ഈ ഒരു ഓപ്പറേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഡ്രില്ലിങ് ഓർ ഇപ്പോൾ നമ്മൾ സൈഡിൽ എഴുതും. ഇപ്പം ഒരു ഓപ്പറേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സൈഡിൽ ഡ്രില്ലിങ് എന്ന് എഴുതും. ഓക്കെ. So an operation is indicated by a circle. അടുത്ത ഓപ്പറേഷൻ നിന്ന് സ്റ്റോറേജ് ആണ്. സോ സ്റ്റോറേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് പീസ് ഒരിടത്ത് നിന്ന് അടുത്തടുത്ത് മൂവ് ചെയ്ത് നമ്മൾ വർക്ക് കഴിഞ്ഞ് നമ്മളതിനെ സ്റ്റോർ ചെയ്തൊരു ഷെൽഫിൽ വെക്കും. അത് സ്റ്റോറേജ് സ്റ്റേജാണ്. ദെൻ ഇൻസ്പെക്ഷൻ, അടുത്തതാണ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ സ്ക്വയർ. ഓക്കെ. ദെൻ ട്രാൻസ്പോർട്ടിംഗ് സ്റ്റേജ് നമുക്കൊരു ആരോ വെച്ചിട്ടാണ്, ഇതുപോലെ ഒരു ആരോ വെച്ചിട്ടാണ് നമ്മളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൺ പ്ലേസ് ടു അനദർ. നിങ്ങൾ പ്രോസസ് ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദെൻ ഡിലേ, അതായത് നമുക്കൊരു ഒരു ലേറ്റൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ഡ്രില്ലിങ്ങിലേക്കാണ് പോകേണ്ടത്. സോ ആ ഡ്രില്ലിംഗ് മെഷീൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സോ ദാറ്റ് ക്യാൻ ബി ഇൻഡിക്കേറ്റഡ് ബൈ എ സിമ്പിൾ ഡി പോലൊരു സിമ്പിളാണ് അത് ഡിലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സിമ്പിൾ അടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ 2 മിനിറ്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തതാണ്. വർക്ക് വെയിറ്റിംഗ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ഓപ്പറേഷൻ, വർക്കേഴ്സ് വെയിറ്റിംഗ് അറ്റ് ടൂൾ ക്ലിപ്സ്, ഓപ്പറേറ്റേഴ്സ് വെയിറ്റിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ ഫ്രം സൂപ്പർവൈസേഴ്സ്, ഇതൊക്കെ ഡിലേ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഓപ്പറേഷൻ കം ട്രാൻസ്പോർട്ടേഷൻ, ഒരു കോമ്പിനേഷനാണ് ഓപ്പറേഷൻ കം ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പം നമ്മളൊരു കൺവെയർ ബെൽറ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തുനിന്ന് അടുത്തടുത്ത്. അപ്പോൾ ആ പോകുന്ന വഴി തന്നെ ഒരു അസംബ്ലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് നോക്കാം. സോ നമുക്കതിനെ ഓപ്പറേഷൻ കം ട്രാൻസ്പോർട്ടേഷൻ, ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തത് എന്തായിരുന്നു? ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്കിൾ ആയിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ആരോ മാർക്കായിരുന്നു. സോ അതിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തേക്കാം. എ സർക്കിൾ, അതിനകത്ത് തന്നെ ഒരു ആരോ. ദാറ്റ് ഈസ് ഓപ്പറേഷൻ കം ട്രാൻസ്പോർട്ടേഷൻ. അടുത്തൊരു കോമ്പിനേഷനാണ് ഇൻസ്പെക്ഷൻ കം ഓപ്പറേഷൻ. ഇൻസ്പെക്ട് ചെയ്യുന്നു, ആ കൂട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അത് അപ്പോൾ അതിനെങ്ങനെ കാണിക്കും? ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ കാണിക്കുന്നത് എന്തായിരുന്നു? ഒരു സ്ക്വയറാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ നടക്കുക. സ്ക്വയർ, അതിനകത്ത് ഓപ്പറേഷൻ സിമ്പിൾ. സോ ദിസ് എ കോമ്പിനേഷൻ. അടുത്തത് ഫ്ലോ പ്രോസസ് ചാർട്ടാണ്. സോ ഫ്ലോ പ്രോസസ് ചാർട്ടിൽ എന്താണ് സംഭവം? അതായത് ഇറ്റ്സ് എ
ഫ്ലോ ഓഫ് എ പർട്ടിക്കുലർ പ്രോസസ്സ്, അതായത് ഒരു മൂവ്മെൻ്റ് ആണ് അല്ലേ. ഫ്ലോ എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്. സോ ഈ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഫ്ലോ പ്രോസസ് ചാർട്ട് വഴി. സോ ഫ്ലോ പ്രോസസ് ചാർട്ട് ഗീവ്സ് ദ സീക്വൻസ് ഓഫ് ഫ്ലോ ഓഫ് വർക്ക് ഓഫ് എ പ്രോഡക്റ്റ് ഓർ any part of it through the work center or department. It shows the sequence of flow of work of a product. ഒരു ഫ്ലോ ഓഫ് വർക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഇതിനൊക്കെ ഫ്ലോ കാണിക്കുന്നതാണ് ഫ്ലോ പ്രോസസ് ചാർട്ട്. ദി ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ഫ്ലോ ചാർട്ട് യൂസിങ് അപ്രോപ്രിയേറ്റ് സിംബൽസ്. നമ്മൾ സിംബൽസ് ആയിരുന്നു പഠിച്ചു, ഇത് വെച്ച് നമ്മൾ ഫ്ലോ ചാർട്ട്സ് പ്ലോട്ട് ചെയ്യും. ഇറ്റ് ഇസ് എ ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട് ഇൻ വിച്ച് ഓപ്പറേഷൻസ്, ഇൻസ്പെക്ഷൻ, സ്റ്റോറേജ്, ഡിലേ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആർ പ്രസൻറ്റഡ്. സോ ഇതിനകത്ത് 3 ടൈപ്പാണ് ഫ്ലോ പ്രോസസ് ചാർട്ട് വരുന്നത്. ഒന്ന് മാൻ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്, അതായത് ഒരു വർക്കറിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഒരു വർക്കറിൻ്റെ മൂവ്മെൻറ്റിനെ കാണിക്കുന്നതാണ് മാൻ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്. അതിപ്പോൾ ഞാൻ ഒരിടത്തു നിന്ന് ഒരു വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഒരിടത്തു നിന്ന് അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. സോ എൻ്റെ ഒരു മൂവ്മെൻറ്റിനെ കാണിക്കുന്നതാണ് മാൻ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. അടുത്തത് എക്യുപ്മെൻറ്റ് ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്, അതായത് ഞാൻ ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ലെയ്ത്തിൻ്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ വർക്ക് നടക്കുന്നത്. ഞാൻ ലെയ്ത്തിൻ്റെ അടുത്തേക്ക് വന്നു, ലെയ്ത്തിൻ്റെ പുറത്ത് വർക്ക് പീസ് എടുത്ത് വെച്ചു, വർക്ക് പീസിൽ വർക്ക് ചെയ്തു, ആ വർക്ക് പീസ് റിമൂവ് ചെയ്തു, ആ രീതി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ എക്യുപ്മെൻറ്റ്. അടുത്തത് മെറ്റീരിയൽ ടൈപ്പ് പ്രോസസ് ചാർട്ട്. മെറ്റീരിയലിൻ്റെ ആസ്പെക്റ്റിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദ മെറ്റീരിയൽ, ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഒരു പ്രോസസ് ചാർട്ടിനെ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് മെറ്റീരിയൽ ടൈപ്പ് പ്രോസസ് ചാർട്ട്. സോ ഇവിടെ നമുക്ക് 2 ടൈപ്പ് പ്രോസസ് ചാർട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് മാൻ ടൈപ്പും സെക്കൻഡ് വൺ മെറ്റീരിയൽ ടൈപ്പും. ഇത് മാൻ ടൈപ്പാണ്, ഇത് മെറ്റീരിയൽ ടൈപ്പാണ്. ഓക്കെ, സോ നമുക്ക് മാൻ ടൈപ്പിന് നോക്കാം. സോ ഇതാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് ഒരു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ചാർട്ട് ബിഗിൻസ്. സോ ബിഗിനിങ് സ്റ്റേജിൽ എന്തായിരുന്നു, ബിഗിനിങ് സ്റ്റേജ് മാൻ ഇസ് ഇൻ ദ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു വർക്കർ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ചാർട്ട് എൻഡിങ് ടൈമിൽ മാൻ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. സോ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഈ സിമ്പിൾ എന്താണ്, ഈ സിമ്പിൾ കാണിക്കുന്നത് എന്താണ്, ഇറ്റ്സ് എ ട്രാൻസ്പോർട്ടേഷൻ സിമ്പിൾ അല്ലേ. സോ എന്താണ് ഇവിടെ നടന്നത്, ടു ഗുഡ്സ് റിസീവിങ്, അതായത് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ ട്രാവൽ ചെയ്തു. ഓക്കെ, ഇപ്പം എൻ്റെ കേസ് എടുക്കാം. ഇപ്പം വർക്ക് പീസ് അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് എവിടെയാണോ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ സംതിങ് നമ്മൾ ഒരു സാധനം ഇൻസ്പെക്ട് ചെയ്യാൻ പോകുമായിരിക്കും അല്ലേ, അത് കിട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ ട്രാവൽ ചെയ്തു. അതാണ് ട്രാൻസ്പോർട്ടേഷൻ സിമ്പിൾ വഴി ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അവിടെ ഒരു റാക്കുണ്ട്, അവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഓക്കെ, സെക്കൻഡ്, സോ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരികയാണ്. സോ ഇവിടെ എന്താ ചെയ്തേ, വി ലൊക്കേറ്റഡ് ദ കമ്പോണൻറ്റ്. സോ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഫിനിഷ്ഡ് ലെയ്തേല ചെയ്ത ഒരു വർക്ക് പീസ് അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു റാക്കിൽ ഇരിപ്പുണ്ട്. അപ്പം കുറേ റാക്കിൽ ഇപ്പം ലെയ്ത്തിൽ ചെയ്തതെല്ലാം കൊണ്ട് ഒരു റാക്കിൽ വെച്ചിരിക്കുക, മില്ലിങ് ചെയ്ത ഗിയേഴ്സ് എല്ലാം കൂടെ ഒരു റാക്കിൽ വെച്ചിരിക്കുക. സോ സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ ചെയ്തെന്താ, ഐ ലൊക്കേറ്റഡ് ദ കമ്പോണൻറ്റ്. സോ ഇന്ന റാക്കിൽ ആ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ ലൊക്കേറ്റ് ചെയ്തു. സോ ദാറ്റ്സ് എൻ ഓപ്പറേഷൻ അല്ലേ. സോ ഓപ്പറേഷൻ്റെ സിമ്പിൾ എന്താണ്, ഇറ്റ്സ് എ സർക്കുലർ സിമ്പിൾ. സോ ഇറ്റ്സ് എ സർക്കുലർ സിമ്പിൾ. സൈഡിൽ അതിൻ്റെ ഓപ്പറേഷൻ എന്താ, ലൊക്കേറ്റ് ദ കമ്പോണൻറ്റ്. സോ അവിടെ താഴേക്ക് വരികയാണ്. അടുത്ത ഓപ്പറേഷൻ എന്താണ്, പിക്ക് ഔട്ട് ദ കമ്പോണൻറ്റ്. സോ ഈ റാക്കിൽ കുറേ എക്യുപ്മെൻറ്റ്സ് അല്ലെ കുറേ വർക്ക് പീസസ് കംപ്ലീറ്റ് ചെയ്ത വർക്ക് ഇരിപ്പാണ്. സോ അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. സോ ഐ എം ഗോയിങ് ടു പിക്ക് ദറ്റ് കമ്പോണൻറ്റ്. ഞാൻ ആ കമ്പോണൻറ്റ് എടുത്തു. സോ ദാറ്റ് ഈസ് അനദർ ഓപ്പറേഷൻ. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ബൈ എ സർക്കിൾ. സോ അവിടെ നിന്ന് സാധനം എടുത്തു. സോ ഞാൻ തിരിച്ചിനി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. സോ ടു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഞാൻ തിരിച്ച് ട്രാവൽ ചെയ്യുക. അതിനൊരു ട്രാൻസ്പോർട്ടേഷൻ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ ആരോ മാർക്ക്. ഓക്കെ, വീണ്ടും അടുത്ത ഓപ്പറേഷനിലേക്ക് പോവാണ്. സെറ്റ് ദ കമ്പോണൻറ്റ് ടു ദ ബെഞ്ച്. നമ്മുടെ വർക്ക് പീസ് അല്ലെങ്കിൽ നമ്മുടെ വൈസിലേക്ക് നമ്മുടെ കമ്പോണൻറ്റിനെ ഫിക്സ് ചെയ്യും. സോ ദാറ്റ് ഈസ് അനദർ ഓപ്പറേഷൻ. സോ അവിടെ നിന്ന് അടുത്തേക്ക് വരുന്നു, ഇറ്റ്സ് എ വിഷ്വൽ ഇൻസ്പെക്ഷൻ. അടുത്ത ഓപ്പറേഷൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ്. അപ്പോൾ ഇൻസ്പെക്ഷൻ്റെ സിമ്പിൾ എന്താണ്, ഇറ്റ്സ് എ സ്ക്വയർ. സോ ഇറ്റ്സ് എ വിഷ്വൽ ഇൻസ്പെക്ഷൻ. സോ അടുത്ത ഓപ്പറേഷനിലേക്ക് വരുന്നു, മെഷർ ആൻഡ് റെക്കോർഡ് ദ ലെങ്ത്. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ഓപ്പറേഷൻ ചെയ്യാം, മെഷർ ആൻഡ് റെക്കോർഡ് ദ ലെങ്ത്. സോ അവിടെ നിന്ന് അടുത്ത ഓപ്പറേഷനിലേക്ക് വരികയാണ്,
പുട്ട് ഇൻസ്പെക്ഷൻ സീൽ, ഞാൻ ഇൻസ്പെക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സീല് പഞ്ച് ചെയ്യുന്നതിൽ പുട്ട് ഇൻസ്പെക്ഷൻ സീൽസ്, ദാറ്റ്സ് ഓൾസോ അനദർ ഓപ്പറേഷൻ. അടുത്ത എന്താ, തിരിച്ച് സ്റ്റോറിലേക്ക് പോവാം. ടു സ്റ്റോർസ്, ദാറ്റ്സ് എ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്. പിന്നെ അവിടെ താഴേക്ക് വരുന്നു, സ്റ്റോർ ചെയ്യുന്നു, വി എൻറ്റേർഡ് ദ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്നു. സോ നമ്മൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് എൻ്റർ ചെയ്യണം. സോ വി എൻറ്റേർഡ് ദ സ്റ്റോക്ക് ഇൻ ദ കമ്പ്യൂട്ടർ, ദാറ്റ് ഇസ് അനദർ ഓപ്പറേഷൻ. സോ അവിടെ താഴേക്ക് വന്നു, റിട്ടേൺ ടു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ തിരിച്ച് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു, ഞാൻ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. തീരുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ തിരിച്ച് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. സോ ദിസ് ഇസ് ഹൗ വി പ്ലോട്ട് എ മാൻ ടൈപ്പ് പ്രോസസ് ചാർട്ട്. അത് എൻ്റെ കൺസിഡറേഷൻ. അപ്പം ഞാൻ എന്നുള്ള വ്യക്തിയിലെ ഹ്യൂമൻ ബീങ് എന്നുള്ള വ്യക്തിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് പ്ലോട്ട് ചെയ്തത്. സോ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഓപ്പറേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്താ, ട്രാൻസ്പോർട്ടേഷൻ. ആദ്യം നമ്മൾ ചെയ്തത് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ എത്ര ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്? 1. സോ നമ്മൾ അതിനെ നമ്പർ ചെയ്യുന്നു, 1, 2, 3 and 4. നമ്മളിതിൻ്റെ ലാസ്റ്റ് ഒരു സമ്മറി എഴുതുന്നുണ്ട്, സിമ്പൽ ആൻഡ് ഫ്രീക്വൻസി. സർക്കിൾ, നമുക്ക് ഇതിനകത്ത് ഉള്ള ഓപ്പറേഷൻ സർക്കിളുണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര ട്രാൻസ്പോർട്ടേഷൻ നടന്നു, ഓരോന്ന് എത്ര പ്രാവശ്യം നടന്നു എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം സമ്മറിക്കകത്ത്. സോ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അതിനെ മാർക്ക് ചെയ്തു 1, 2, 3, 4. സോ അവിടെ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അടുത്ത എന്താണ്, സർക്കിൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ. സോ നമ്മൾ ഇതിനകത്ത് തന്നെ മാർക്ക് ചെയ്തു 1, 2, 3, 4, 5 and 6. സോ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് 6 ആണ്. ഇതിൻ്റെ അടുത്ത ഇൻസ്പെക്ഷൻ ഒരു പ്രാവശ്യം നടന്നിട്ടുള്ളൂ. സോ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഈസ് 1. സോ ദിസ് ഹൗ വി മേക്ക് ദ സമ്മറി. ഓക്കെ, ഇനി ഈ സെയിം വർക്ക് തന്നെ നമ്മൾ ഒരു മെറ്റീരിയൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുക. ഒരു മെറ്റീരിയൽ ആസ്പെക്റ്റിൽ നമ്മളിതിനെ ചിന്തിക്കുക. സോ ദിസ് മെറ്റീരിയൽ ടൈപ്പ്. സോ ചാർട്ട് ബിഗിൻസ് വെൻ ദ മെറ്റീരിയൽ ഈസ് ഇൻ ഗുഡ് റിസീവിങ് സ്റ്റേജ്. അപ്പോൾ ഒരു ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് മെറ്റീരിയൽ വെയിറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് അറിയാം, മനുഷ്യൻ ഈ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയത് അങ്ങോട്ട് ഗുഡ് റിസീവിങ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കാണ് പോയത്. സോ ദ മെറ്റീരിയൽ ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ഗുഡ്സ് റിസീവിങ് സ്റ്റേജ്. Okay, chart begins when the material is in good receiving stage. Chart ends when the man in stores. അതായത് നമ്മുടെ മെറ്റീരിയലിനെ തിരിച്ച് സ്റ്റോറിലേക്കാണ് ലാസ്റ്റ് ഇവിടെ എത്തിച്ചത് അല്ലേ, എൻ്റർ സ്റ്റോക്സ്. അപ്പോൾ സ്റ്റോക്ക് എൻ്റർ ചെയ്ത് നമ്മൾ സ്റ്റോറിൽ ഈ സാധനം തിരിച്ചു വെച്ചു. സോ അവിടെ കൊണ്ട് നമ്മുടെ മെറ്റീരിയലിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാം. അപ്പോൾ മെറ്റീരിയൽ ആസ്പെക്റ്റിൽ അത് അവിടെ മെറ്റീരിയൽ ഓപ്പറേഷൻ തീർന്നു. സോ നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണ്, അവൈറ്റ് അറൈവൽ ഓഫ് മാൻ. അതായത് ദ മെറ്റീരിയൽ ഈസ് വെയിറ്റിംഗ്. അപ്പോൾ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് ഞാൻ ചെന്ന് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനടുത്ത ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് എ ഡിലേ അല്ലേ, ഞാൻ എത്രയും പെട്ടെന്ന് ചെല്ലുന്നു അത്രയും പെട്ടെന്ന് അതിന് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. സോ ഇറ്റ്സ് എ ഡിലേ, അറൈവൽ ഓഫ് മാൻ. സോ ഇറ്റ്സ് എ ഡിലേ. സോ അവിടെ നിന്ന് അടുത്ത ഓപ്പറേഷനിലേക്ക് പോകുന്നു. സോ ഇപ്പോൾ ഞാൻ വന്നു, ഞാൻ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്, അടുത്ത ഓപ്പറേഷൻ എന്താ, ഈ മനുഷ്യൻ തിരിച്ച് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അല്ലേ. സോ ഈ മെറ്റീരിയൽ ആസ്പെക്റ്റിനകത്ത് മെറ്റീരിയൽ കേസിൽ സെക്കൻഡ് നടന്നത് എന്താണ്, അത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ വന്ന് എടുത്തു, ഞാൻ വന്ന് എടുത്തു, അത് എവിടേക്ക് പോയി, ഈ ട്രാവൽ ടു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. അടുത്ത എന്താ, ഇവിടുത്തെ മാൻ്റെ കേസിൽ ഹി സെറ്റ് ദ കമ്പോണൻറ്റ് ഓൺ ദ ബെഞ്ച് അല്ലേ. അപ്പോൾ മെറ്റീരിയൽ ആസ്പെക്റ്റിൽ ഫസ്റ്റ് ഓപ്പറേഷൻ ഉള്ളത് അത് ബെഞ്ചിലേക്ക് സെറ്റ് ചെയ്തു. അടുത്തത് മാൻ ആസ്പെക്റ്റിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആയിരുന്നു. സോ മെറ്റീരിയൽ ഹാഡ് എ വിഷ്വൽ ഇൻസ്പെക്ഷൻ. സോ ദാറ്റ് ഇസ് എ ഇൻസ്പെക്ഷൻ സ്റ്റേജ്. സോ മനുഷ്യൻ എന്താ ചെയ്ത്, ലൈക്ക് ഹ്യൂമൻ, ഞാൻ എന്താ ചെയ്ത്, ഐ മെഷേർഡ് ദ ലെങ്ത് ആൻഡ് റെക്കോർഡഡ് ഇറ്റ് അല്ലേ. സോ മെറ്റീരിയൽ ആസ്പെക്റ്റിൽ മെഷറിങ് ഓഫ് ഡയമെൻഷനാണ് നടന്നത് അവിടെ. ഓക്കെ, അടുത്തത് ഞാൻ എന്താ ചെയ്തത്, ഐ പുട്ട് ദ ഇൻസ്പെക്ഷൻ സീൽ. മെറ്റീരിയൽ ആസ്പെക്റ്റിൽ ഇറ്റ് ഈസ് സ്റ്റാൻഡ് അല്ലേ. സോ ദാറ്റ് ഇസ് അനദർ ഓപ്പറേഷൻ. അത് ഞാൻ എന്ത് ചെയ്തു, ഐ ട്രാവൽ ടു ദ സ്റ്റോർ അല്ലേ. സോ അവിടെ മെറ്റീരിയലും എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുക ടു ദ സ്റ്റോർ. ആൻഡ് ഫൈനലി എന്താ ചെയ്തത്, ഞാൻ സ്റ്റോക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ സർട്ടൺ പൊസിഷൻ. തിരിച്ച് അതിൻ്റെ റാക്കിലൊരു പൊസിഷൻ ഉണ്ട്, അതിലേക്ക് അതിനെ സ്റ്റോർ ചെയ്തു. സോ സ്റ്റോറിങ്ങിൻ്റെ സിമ്പിൾ കാണിക്കുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. സോ ദാറ്റ് ഈസ് ദ സ്റ്റോർ ഓപ്പറേഷൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാൻ ടൈപ്പും മെഷീൻ ടൈപ്പ് അല്ലെങ്കിൽ മെറ്റീരിയൽ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി കാണും. സോ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രീക്വൻസി ഇവിടെ മാർക്ക് ചെയ്യണം. ആദ്യം ഓപ്പറേഷൻ എത്രണ്ണം ഉണ്ട്, ഇവിടെ ഓപ്പറേഷൻ ഉള്ളത് 1, 2 and 3 ഓപ്പറേഷൻ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എത്ര ഉണ്ട്, 1, 2,
2 മാർക്ക് ചെയ്തു. ഇൻസ്പെക്ഷൻ ഓർമ്മയേ ഉള്ളൂ, സോ ഇറ്റ്സ് 1. ഡിലേ ഓർമ്മയേ ഉള്ളൂ 1, ആൻഡ് സ്റ്റോറേജ് ഓർമ്മയേ ഉള്ളൂ. സോ ദിസ് ഹൗ വി ഡ്രോ എ പ്രോസസ് ചാർട്ട്. സോ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ടാണ്. അത് മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോസസ് ചാർട്ടാണ്. അതൊരു ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ് നമ്മൾ 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട് നമ്മൾ മിക്കവാറും വരയ്ക്കുന്നത്. അപ്പം 2 ഹാൻഡഡ് നമ്മൾ ആ പേരിലുണ്ട്, 2 കൈ, ഐ ഹാവ് 2 ഹാൻഡ്സ് അല്ലേ. ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൈ തന്നെ വെച്ചിട്ടല്ല ഞാനൊരു വർക്ക് ചെയ്യുന്നത്, നമുക്ക് 2 കൈയും ഉണ്ട്. സോ നമുക്കറിയാം ഒരു കൈ കൊണ്ട് ഒരു ഓപ്പറേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പ്രീവിയസ് മോഡ്യൂൾസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പെന്നിൻ്റെ അസംബ്ലി ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ. ഒരു പേന അഴിച്ച് പണിത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പേന എനിക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് എനിക്കിതിനെ അഴിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 കൈ കൊണ്ടും പെട്ടെന്ന് പാരലലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഏതായിരിക്കും പ്രോസസ്സ് ഫാസ്റ്റർ? എൻ്റെ 2 കൈ കൊണ്ടും 2 കൈയും എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഫാസ്റ്ററും വർക്കറിനും ഈസിനെസ്സും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഈ 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 കൈ കൊണ്ടും സൈമിൾട്ടേനിയസ് മൂവ്മെൻറ്റ്, എൻ്റെ ഈ 2 കൈയുടെയും മൂവ്മെൻറ്റ് പ്ലോട്ട് ചെയ്യുന്നതിനാണ് 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. The 2 handed process chart records the activities of the left hand and the right hand of the operator related to each other. The activities of 2 charts can be synchronized by providing a time scale on the chart. It is also known as operator activity chart. The 2-handed chart gives synchronized and graphical representation of the sequence of manual activities of the worker. Okay. So this is how we plot a 2-handed process chart. So ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ടാസ്ക് എന്ന ഇൻസ്പെക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ്. ഓക്കെ, ചാർട്ട് ബിഗിൻസ് വെൻ both hands are free before assembly and chart ends when both hands are free after assembly. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു നട്ട് ബോൾട്ടിൻ്റെ അസംബ്ലിയാണ്, ഓക്കെ. സോ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റേതും ഈ സൈഡിൽ റൈറ്റ് ഹാൻഡിൻ്റേതും മൂവ്മെൻറ്റ്സ് കാണിക്കുക. അപ്പോൾ ഈ 2 ഇവിടെ സമ്മറി എഴുതുമ്പോഴും സിമ്പിൾസ് ഉണ്ട്. ഫ്രീക്വൻസി ഓഫ് റൈറ്റ് ഹാൻഡിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡിൻ്റെയും ഫ്രീക്വൻസി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കണം. സോ ഇവിടെ ഞാനൊരു നട്ട് ബോൾട്ടിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെന്ന് പറയും. സോ സപ്പോസ് എൻ്റെ ഇവിടെ ഇത് ബോൾട്ടും ഇത് നട്ടുമായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതൊരു സർട്ടൺ പൊസിഷനിലുണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്സ് ആർ മൂവിങ്. So left hand is reaching for the bolt and right hand reaching for the nut. ഇവിടെ എഴുതിയിരിക്കുന്ന ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ്സ് നട്ടാണ്, ഇത് നട്ടാണ്, ദിസ് ഇസ് നട്ട്. സോ എൻ്റെ 2 കൈയും എൻ്റെ ഈ 2 നട്ട് ആൻഡ് ബോൾട്ട്, ഇത് ബോൾട്ട്, ഇത് നട്ട്, ലെങ്ത് കൂടുതലുള്ളത് ബോൾട്ട്, ഇത് നട്ട്. സോ ആ രീതിയിലാണ് പോകുന്നത്. സോ ഇത് സപ്പോസ് ഇത് ഏതൊരു പൊസിഷനിൽ ഇരിക്കുകയാണ്. സോ എൻ്റെ 2 കൈയും ഈ ഞാനിപ്പോൾ തറയിലേക്ക് വെക്കുകയാണ്. എൻ്റെ 2 കൈയും ഫ്രീ ആണ്. ഓക്കെ, ബോത്ത് ഹാൻഡ്സ് ആർ ഫ്രീ ബിഫോർ അസംബ്ലി. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് ഈസ് മൂവിങ് ഫോർ ലെഫ്റ്റ് ഹാൻഡ് ഈസ് മൂവിങ് ഫോർ ബോൾട്ട് ആൻഡ് റൈറ്റ് ഹാൻഡ് ഈസ് മൂവിങ് ഫോർ നട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിമ്പിൾ. സോ സെക്കൻഡ് എന്താ ഓപ്പറേഷൻ? ഗ്രാസ്പ് ബോൾട്ട് ഹെഡ്. സോ ലെഫ്റ്റ് ഹാൻഡ് ഗ്രാസ്പ് ബോൾട്ട് ഹെഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് നട്ട് ഹെഡ് ഗ്രാസ്പ് ചെയ്തു. ഒരു നട്ട് ബോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. സോ ഞാനത് പേനയെ നട്ട് ബോൾട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ക്യാരി ടു എ സെൻട്രൽ പൊസിഷൻ. ഞാനിപ്പോൾ ഇത് രണ്ടും ഇവിടുന്ന് താഴെ നിന്നാണ് എടുത്തത്. സോ ഇറ്റ് ഈസ് മൂവ് ടു എ സെൻട്രൽ പൊസിഷൻ. ഇതാണ് എൻ്റെ സെൻട്രൽ പൊസിഷൻ എന്ന് വിചാരിക്കുക. സോ ബോത്ത് ആർ ക്യാരി ടു സെൻട്രൽ പൊസിഷൻ. സോ ഞാനിവിടെ ചെയ്യുന്നത് ബോൾട്ടിനെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഈസ് ഹോൾഡിങ് ദ ബോൾട്ട്, അതാണ് ട്രയാങ്കിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പ്ലേസ് ദ നട്ട് ഓൺ ദ ബോൾട്ട്. ഓക്കെ, സ്ക്രൂ ദ നട്ട്. ഞാനത് ത്രെഡ് ചെയ്ത് കയറ്റുമെന്ന് വിചാരിക്കാം. സ്ക്രൂ ദ നട്ട്. ഓക്കെ, സോ അത്രയും നേരം ലെഫ്റ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത എന്താ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഇത് അസംബ്ലി കഴിഞ്ഞു. സോ ട്രാൻസ്ഫർ ദ അസംബ്ലി ടു ദ റൈറ്റ് ഹാൻഡ്. സോ എൻ്റെ റൈറ്റ് ഹാൻഡിലേക്ക് ഈ അസംബ്ലി ട്രാൻസ്ഫർ ചെയ്തു. സോ റൈറ്റ് ഹാൻഡ് എന്താ ചെയ്തത്? ഇവിടെ 3rd സ്റ്റേജ് വരെ സ്ക്രൂ ദ നട്ട് വരെയായിരുന്നു 3rd സ്റ്റേജ്. 4th സ്റ്റേജിൽ ഐ എം ഗ്രാസ്പിംഗ് ദ അസംബ്ലി. എൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ ഈ അസംബ്ലിയെ ഗ്രാസ്പ് ചെയ്യുന്നു. ദെൻ ഇനി ലെഫ്റ്റ് ഓപ്പറേഷൻ തീർന്നില്ല. സോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇനി ഐഡില്ല, എൻ്റെ റൈറ്റ് ഹാൻഡിലാണ് ഇപ്പോൾ സാധനം ഇരിക്കുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് ഐഡിലാണ്, അതുകൊണ്ടാണ് ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് ഡിലേ സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി റൈറ്റ് ഹാൻഡ് എന്താ ചെയ്യുന്നത്? ക്യാരി ടു ദ ബോക്സ്. ബോക്സ് ഇവിടെ റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ക്യാരി ടു ദ ബോക്സ്. എന്നിട്ട് ബോക്സിനകത്തേക്ക് റിലീസ് അസംബ്ലി
and return hand to the central position. Now both my hands are free. അല്ലേ, ഇപ്പം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. സോ ചാർട്ട് ഹാൻഡ്സ് എന്നാണ് both hands free after assembly. ദാറ്റ്സ് ദ ഓപ്പറേഷൻ. 2-handed പ്രോസസ് ചാർട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഓരോന്നിനെയും ഫ്രീക്വൻസി നോക്കാം. ലെഫ്റ്റ് ഹാൻഡിൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ഫ്രീക്വൻസി നോക്കാം. റൈറ്റ് ഹാൻഡ് ഇവിടെയാണ്. ഓപ്പറേഷൻ എത്ര ഉണ്ട്? 1, 2, 3, 4 and 5. 5 ഓപ്പറേഷൻസ് ഇവിടെ ഉണ്ട്. ട്രാവലിംഗ് എത്ര ഉണ്ട്? 1, 2, 3 and 4. 4 ട്രാവലിംഗ് ഉണ്ട്. സ്റ്റോറിങ് ട്രയാങ്കിൾ കാണിക്കുന്ന സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറേജ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഹോൾഡാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഡിലേ റൈറ്റ് ഹാൻഡിന് ഡിലേ ഒന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ ഓപ്പറേഷൻ വരുന്നത് 1 and 2. 2 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അതിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ട്രാവലിംഗ് ഉണ്ട്? 1 and 2 ട്രാവലിംഗ് ഉണ്ട്. ഡിലേ അല്ല, ഹോൾഡ് ഓപ്പറേഷൻ എത്ര ഉണ്ട്? ഒരു ഹോൾഡ് ഓപ്പറേഷൻ ആണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് പ്ലോട്ടഡ്. എത്ര ഡിലേ ഓപ്പറേഷൻ ഉണ്ട്? 1 ഡിലേ ഓപ്പറേഷൻ. ദാറ്റ് ഈസ് ഓൾസോ plotted. This is how we are drawing a two-handed process chart. Now charts കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയഗ്രാംസ് ആണ്. വിച്ച് ആർ ദ ഡയഗ്രാംസ് യൂസ്ഡ് ഫോർ മെത്തേഡ് സ്റ്റഡി. നമുക്ക് പ്രധാനമായിട്ടും ഫ്ലോ ഡയഗ്രാമും സ്ട്രിംഗ് ഡയഗ്രാംസും ഒക്കെയാണ് ഉള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് ഫ്ലോ ഡയഗ്രാം, എന്താണ് സ്ട്രിംഗ് ഡയഗ്രാം. The flow process chart shows the sequence and nature of movement, but it does not clearly show the path of movement. അല്ലേ, പാത്ത് കാണിക്കുന്നത് മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അത് ഏത് റൂട്ടിലാണ് പോകുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ദ പാത്ത് ഓഫ് മൂവ്മെൻറ്റ് ദർ ആർ ഓഫൺ അൺഡിസൈറബിൾ ഫീച്ചേഴ്സ് സച്ച് എസ് കൺജക്ഷൻ, ബാക്ക് ട്രാക്കിംഗ്, അൺനെസസറി ലോങ് മൂവ്മെൻറ്റ്സ് എക്സെട്ര. അപ്പം ഈ ഒരു ട്രാക്കിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ചില ഡിലേസ് വരാം അല്ലേ. ആ ഡിലേസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഡയഗ്രാംസ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഡയഗ്രാംസ് ആർ ഓഫ് 2 types, flow diagrams and string diagrams. So these are used to study the different layout plans and thereby select the most optimal layout. Then to study traffic and frequency over different routes of the plans, identification of backtracking and obstacles during movements. So ഇതാണ് നമുക്കൊരു ഫ്ലോ ഡയഗ്രാം ഉള്ളത്. സോ ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫ്ലോ ഡയഗ്രാം. ഓക്കെ, നമുക്ക് ഇവിടെ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ഓപ്പറേഷൻ, ഇത് നമ്മുടെ സ്റ്റോറാണ്. സോ ദിസ് ഇസ് അവർ സ്റ്റോർ. സോ സപ്പോസ് ഇത് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ആണെന്ന് വിചാരിക്കാം, ഇത് നമ്മുടെ മില്ലിംഗ് മെഷീൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ പ്ലാന്റ് ആണ്. സോ നമ്മളെന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഐ എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഇത് ഫൈനൽ സ്റ്റോഴ്സ്, നമ്മുടെ സ്റ്റോഴ്സാണ്. ഓക്കെ, സോറി, ഫൈനൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞ് സൂക്ഷിക്കുന്ന സ്റ്റോർ. ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ഉള്ള സ്റ്റോഴ്സ്. ഓക്കെ, ആ ഒരു 2 സ്റ്റോഴ്സാണ് നമുക്കുള്ളത്. സോ ഇവിടെ നമ്മൾ ഫ്ലോ ഡയഗ്രാം പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ പേപ്പറിനകത്ത് നമ്മളിതിൻ്റെ ലൊക്കേഷൻസ് പ്ലോട്ട് ചെയ്യും. നമ്മുടെ പ്ലാൻ ലേഔട്ട് വെച്ചിട്ട് നമ്മുടെ ഓപ്പറേഷൻസ് പ്ലോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു ഹ്യൂമൻ മൂവ്മെൻറ്റ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന ആൾ വന്ന് സാധനം എടുത്തു. സോ സ്റ്റോർ ഇറ്റ്സ് എ സ്റ്റോറിംഗ് പ്ലേസ്. അതുകൊണ്ടാണ് ട്രയാങ്കിൾ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുന്ന് എന്താ സംഭവിച്ചത്? ഒരു ട്രാൻസ്പോർട്ടേഷൻ നടന്നു. എങ്ങോട്ടാണ്? ഫസ്റ്റ് ഡ്രില്ലിംഗ് മെഷീനിലേക്കാണ് പോയത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ലൈനിൽ അത് പ്ലോട്ട് ചെയ്തു. അതിൻ്റെ ആരോ നമ്മളിവിടെ കാണിക്കുന്നു. സോ ഡ്രില്ലിംഗ് മെഷീനിൽ ഓപ്പറേഷൻ ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് സർക്കുലർ സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ നേരെ ഇത് എങ്ങോട്ട് പോയി? ഇത് പോയത് മില്ലിംഗ് മെഷീനിലേക്കാണ്. സോ ഇതാണ് അടുത്ത ലൈൻ. സോ മില്ലിംഗ് മെഷീനിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. മില്ലിംഗ് മെഷീനിൽ നിന്ന് ഈ സാധനം നേരെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഓക്കെ, സോ ഇവിടെ ഇത് ഇൻസ്പെക്ഷൻ നടന്നു. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ ഒരു സ്ക്വയർ സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇതിൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വന്ന് ഫൈനൽ സ്റ്റോഴ്സിലേക്ക് പോയി. ഓക്കെ, ഇത് ഗുഡ് സ്റ്റോറേജ് ആയിരുന്നു. ഇവിടെ ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറേജ് ആണ്. സോ ഇവിടെ ഇത് അടുത്ത പ്രോസസ്സിലേക്കുള്ള ഡിലേ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഹൗ വി പ്ലോട്ട് ദ ഫ്ലോ ഡയഗ്രാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്യാം. അടുത്ത ഓപ്പറേഷൻ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ നേരെ മില്ലിംഗ് മെഷീനിലേക്കായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം മില്ലിങ്ങിൽ മാത്രം ഗിയർ ആയിരിക്കും. അപ്പം മില്ലിങ് മാത്രമേ ഉള്ളൂ, ഡ്രില്ലിങ്ങിന് ആവശ്യം ഉണ്ടാവില്ല. അവിടെ നേരെ ഇൻസ്പെക്ഷൻ സ്റ്റേജ്, അവിടെ നിന്ന് വീണ്ടും സ്റ്റോറേജ്. ഈ രീതിയിലായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡയഗ്രാം or drawing
which is drawn to scale. Scale അനുസരിച്ചാണ് പ്ലോട്ട് ചെയ്യുന്നത്. It shows the relative production machinery, jobs, fixtures, etc. and marks the path followed by men and materials. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോളോ ചെയ്തിരിക്കുന്ന പാത്ത് ഇത് പ്ലോട്ട് ചെയ്യുന്നത്, ഫ്ലോ കാണിക്കുന്നതാണ്. The routes followed in transport are shown by joining the symbols in sequence by a line which represents as nearly as possible the path of movement of the subject concerned. So നമുക്ക് ആ മൂവ്മെൻറ്റ് ആസ് എക്സാക്ട്ലി ആസ് പോസിബിൾ നമ്മളതിനെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കും. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഡ്രോ ടു സ്കെയിൽ ദ പ്ലാൻ ഓഫ് വർക്ക് ഏരിയ. ഫസ്റ്റ് നമ്മളൊരു സ്കെയിൽ അനുസരിച്ച് നമ്മൾ വർക്ക് ഏരിയ പ്ലോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു പേപ്പർ എടുത്ത് നമുക്ക് അവിടെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ആദ്യം തന്നെ പ്ലോട്ട് ചെയ്തു. ഓക്കെ. മാർക്ക് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് മെഷീൻ ടൂൾസ്, ബെഞ്ചസ്, സ്റ്റോഴ്സ്, റാക്ക്, ഇൻസ്പെക്ഷൻ ബൂത്ത് എക്സെട്ര. അതാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തത്. ഫസ്റ്റ് വർക്ക് ഏരിയ, ഈ ഒരു സ്ക്വയർ ഏരിയ നമ്മൾ പ്ലോട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ബൂത്തും നമ്മൾ പ്ലോട്ട് ചെയ്തു. ഫ്രം ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് ഡ്രോ ആക്ച്വൽ പാത്ത് മൂവ്മെൻറ്റ് ഓഫ് ദ മെറ്റീരിയൽ or the workers on the diagram and indicate the direction of movement. ഈ ഓരോ വർക്കേഴ്സിനെ മൂവ്മെൻറ്റ് കാണിച്ചു, അതിൻ്റെ ഡയറക്ഷനും ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു. ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഡൺ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ആദ്യം റെഡ് കൊണ്ടാണ് വരച്ചത്, പിന്നെ ഗ്രീൻ കൊണ്ട് വരച്ചായിരുന്നു ഇവിടെ. സോ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യും. ദിസ് ഹൗ വി പ്ലോട്ട് എ ഫ്ലോ ഡയഗ്രാം. സോ അടുത്ത് വരുന്നത് സ്ട്രിംഗ് ഡയഗ്രാമാണ്. സോ എന്താണ് സ്ട്രിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? String diagram is a scale layout drawing on which the length of string is used to record the extent as well as the pattern of movement of the workers. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫ്ലോ ഡയഗ്രാമുമായിട്ട് സിമിലർ ആണ്, പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രിങ്സ് അല്ലെങ്കിൽ നൂല് അല്ലെങ്കിൽ കമ്പി പോലത്തെ സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇൻ സ്ട്രിംഗ് ഡയഗ്രാംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്രെഡ്സ് ആണ്. സോ ഇവിടെ നമുക്കൊരു ഡയഗ്രാം ഇതുണ്ട്, നമ്മുടെ ഒരു ലേ ഔട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യും ബൈ സ്കെയിൽഡ് ലേ ഔട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഓരോ മെഷീൻസ് ഉണ്ട്. മെഷീൻ 1 നമ്മുടെ സ്റ്റോർ ഉണ്ട്, മെഷീൻ 1, മെഷീൻ 2, മെഷീൻ 3, മെഷീൻ 4, 5 and 6 ആൻഡ് സ്റ്റോർ ഔട്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ലേ ഔട്ട് ഉണ്ട്. സോ നമ്മൾ ലേ ഔട്ടിൽ ഈ ഓരോ മെഷീനെയും കറസ്പോണ്ടിങ് പോയിന്റിൽ നമ്മളൊരു ചെറിയൊരു ആണി അടിച്ചു വെക്കും. ഓക്കെ. String diagram is a model or scaled plan of the shop in which every machine or equipment is marked and a leg or pin is struck in the area representing the facility. ഈ ചെറിയ റൗണ്ട്സ് കാണിച്ചിരിക്കുന്ന ഒരു ലെഗ് അല്ലെങ്കിൽ പിൻ, ഒരു ചെറിയ പിന്ന് നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഓരോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ട്രാക്കിംഗ് കാണിക്കുന്ന രീതിയിൽ നമ്മൾ സ്ട്രിങ്സ് അല്ലെങ്കിൽ ത്രെഡ്സ് നമ്മൾ ഈ ഓരോ സ്ട്രിങ് വഴി നമ്മൾ പാസ് ചെയ്യണം. ഇത് ഫസ്റ്റ് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഓപ്പറേഷൻ. നമ്മൾ സെക്കൻഡ് ഓപ്പറേഷൻ വേറെ കളർ ത്രെഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ സെക്കൻഡ് ഓപ്പറേഷൻ ചിലപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഇവിടെ നേരെ ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഇങ്ങനെ ആവാം. സോ ഇവിടുന്ന് ചിലപ്പോൾ നേരെ സ്റ്റോറിലേക്കായിരിക്കാം. സോ ആ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്ന രീതിയിൽ നമുക്ക് സ്ട്രിങ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പേപ്പറിൽ വരയ്ക്കുകയാണ് നമ്മൾ ചെയ്തത്. സോ നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഡ്രോയിങ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, നമുക്ക് ലെങ്ത് കറക്റ്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ സ്ട്രിങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് ദി പർപ്പസ് ഓഫ് സ്ട്രിങ് ഡയഗ്രാംസ്. സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്ട്രിങ് ഡയഗ്രാം കഴിച്ചു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് തേർബ്ലിങ്സ്. ഈ തേർബ്ലിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചപ്പോൾ നമ്മൾ ഇവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. എന്നാൽ ഈ ഇദ്ദേഹത്തിൻ്റെ പേര്, ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗിൽബർട്ട് ആൻഡ് ഹിസ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു, ഫ്രാങ്ക് ബി ഗിൽബർട്ട്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഫ്രാങ്ക് ബി ഗിൽബർട്ട് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിനെ പറ്റി. അപ്പോൾ ഈ ഫ്രാങ്ക് ബി ഗിൽബർട്ട് ഇദ്ദേഹമാണ് ഈ തേർബ്ലിങ്സ് ഐഡൻറ്റിഫൈ ചെയ്തത്. സോ ഇതൊരു മൈക്രോ മോഷൻ സ്റ്റഡി അല്ലെങ്കിൽ മാക്രോ മോഷൻ സ്റ്റഡിയുടെ ഒരു ഭാഗമാണ് തേർബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ. എന്താ മൈക്രോ മോഷൻ അല്ലെങ്കിൽ മാക്രോ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ?
നമുക്ക് ഉള്ള ഒരു വർക്കിനെ നമ്മൾ അതിൻ്റെ മോഷൻസ് ഏറ്റവും ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് മൈക്രോ മോഷൻ സ്റ്റഡി ആൻഡ് മാക്രോ മോഷൻ സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. So motion study is a technique of analyzing the body movements employed in doing a task in order to eliminate or reduce ineffective movements and facilitate effective movements. So ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്? ഫ്രാങ്ക് ബി വിൽബർത്ത് ആണ്. സോ ഇദ്ദേഹത്തിൻ്റെ പേര് തിരിച്ചിട്ടിട്ടാണ് ഈ തെർബ്ലിക്സ് എന്നുള്ള പേരുണ്ടാക്കിയിരുന്നത്. നോക്കിയറിയാം, വിൽബർത്ത് തെർബ്ലിങ്സ്, GILBRETH. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇട്ടിട്ടാണ് അദ്ദേഹം തെർബ്ലിങ്സ് എന്നുള്ള പേര് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹം എന്താ ഐഡൻറ്റിഫൈ ചെയ്തത്? ഈ സ്റ്റഡി ആൻഡ് പുള്ളി പറഞ്ഞത് മോഷൻ സ്റ്റഡിക്കകത്ത് 17 ബേസിക് മൂവ്മെൻറ്റ്സ് ആണുള്ളത്. അതായത് ഒരു ഹ്യൂമൻ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് 17 മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ 17 ആക്ടിവിറ്റീസ് ആണ് മാക്സിമം ഉള്ളത്. അത് ലേറ്റർ ഡെവലപ്പ് ചെയ്ത് 18 വർക്ക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു 18 വർക്ക്സിനകത്തൂടെ നമ്മൾ ഒരു ഹ്യൂമൻ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ 18 മൂവ്മെൻറ്റ്സ് അയാൾക്ക് ഉണ്ടാവാറുള്ളൂ എന്നാണ് പറയുന്നത്. സോ അദ്ദേഹം ഈ ഓരോ വർക്കിനും ഓരോ സിമ്പിൾസ് കൂടി ഡിഫൈൻ ചെയ്തു, ഓരോ ഡെഫിനറ്റ് കളർ ഡിഫൈൻ ചെയ്തു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ തെർബ്ലിങ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഈ 17 അല്ലെങ്കിൽ 18 വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് ആർ ദ 18 വർക്ക്സ് ദാറ്റ് ഹി ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ഫസ്റ്റ് വൺ സെർച്ച്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ആണ്. അതിൻ്റെ സിമ്പിൾ ഇതാണ്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റനാണ്. പ്ലോട്ട് 17 തെർബ്ലിങ്സ്. അപ്പോൾ 18 പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സിമ്പിൾസും ചേർത്ത് പ്ലോട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ അതിൻ്റെ സിമ്പിൾസ് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. സെർച്ച് ഒരു കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സിമ്പിൾ പോയിരിക്കുന്നത്. സെർച്ച് അതിൻ്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ആണ്. അതിൻ്റെ കോഡ് SH ആണ്. അതിൻ്റെ സിമ്പിൾ അതിൻ്റെ ഇത് അടുത്തതിൻ്റെയാണ്, ഇത്രയും വരെയാണ്. സോ ഫസ്റ്റ് ഓപ്പറേഷൻ സെർച്ച്, അതിൻ്റെ സിമ്പിൾ എന്താണ്, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ കോഡ് എന്താണ്, ഇത്തരം പഠിക്കണം. അടുത്ത ഓപ്പറേഷൻ സെലക്ട് ആണ്. സെലക്ടിൻ്റെ സിമ്പിൾ ഇതാണ്, ലൈറ്റ് ഗ്രേ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ST ആണ് ഇതിൻ്റെ കോഡ്. അടുത്ത ഗ്രാസ്പ്. ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ പിടിക്കുക. സോ ദാറ്റ് ഈസ് ഗ്രാസ്പ്. അതിൻ്റെ സിമ്പിൾ ഇതാണ്, കളർ റെഡ്, G ആണ് അതിൻ്റെ കോഡ്. അടുത്ത ഹോൾഡ് ആണ്. അത് പ്രൊലോങ്ഡ് ഗ്രാസ്പ്. അത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുക. ഗ്രാസ്പ് പെട്ടെന്നൊരു സാധനം എടുക്കുന്നതിനാണ് നമ്മൾ ഗ്രാസ്പ് എന്നത്. പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന ഹോൾഡ് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ കളർ പറഞ്ഞാൽ ഗോൾഡ് ആണ്, H ആണ് അതിൻ്റെ കോഡ് വരുന്നത്. അതിൻ്റെ സിമ്പിൾ ഇതാണ്. ദെൻ ട്രാൻസ്പോർട്ട് ലോഡഡ്. എന്താ ട്രാൻസ്പോർട്ട് ലോഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാത്രത്തിനകത്തൊരു സാധനം ഇപ്പം ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് മൂവ് ചെയ്യുക. സോ ഞാൻ എൻ്റെ കൈ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക അടുത്തടുത്തേക്ക്. സോ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. സോ ദാറ്റ് ഈസ് ലോഡഡ്. എൻ്റെ കൈ ലോഡഡാണ്. അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലോഡഡ് എന്ന് പറഞ്ഞത്. സോ ഇതിൻ്റെ സിമ്പിൾ ഇതാണ്, കളർലെസ് ഗ്രീൻ, കോഡ് TL. അടുത്ത ട്രാൻസ്പോർട്ട് MT. ഞാൻ ഈ സാധനം ഇവിടെ കൊണ്ട് ഇറക്കി, ഇനി ഈ സാധനം കണ്ടെയ്നർ തിരിച്ചു വരണം. സോ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് MT. ദാറ്റ് ഈസ് ഇതിൻ്റെ സിമ്പിൾ ഇങ്ങനെ കാണിക്കുന്നത്. കളർ ഒലീവ് ഗ്രീൻ ആണ്, TE ആണ് ഇതിൻ്റെ കോഡ്. അടുത്ത പൊസിഷൻ. ഇപ്പോൾ നമ്മൾ ലെയ്ത്തയിലൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടൂള് പൊസിഷൻ ചെയ്ത് വെക്കാറുണ്ട്, വർക്ക് പീസ് പൊസിഷൻ ചെയ്ത് വെക്കാറുണ്ട്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പൊസിഷൻ. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. കളർ ഈസ് ബ്ലൂ ആൻഡ് P ഈസ് ദ കോഡ്. അടുത്ത അസംബിൾ. അസംബിൾ ഇസ് അനദർ ഓപ്പറേഷൻ. അതിൻ്റെ സിമ്പിളാണിത്. വയലറ്റ് ഇസ് ദ കളർ, A ഈസ് ദ കോഡ്. അടുത്ത യൂസ്. സാധനത്തിനെ യൂസ് ചെയ്യുക. സോ അതിൻ്റെ സിമ്പിൾ ഇതാണ്, പർപ്പിൾ ഇസ് ദ കളർ, U ഈസ് ദ കോഡ്. അടുത്തത് ഡിസ്അസംബിൾ. അടുത്തതാണ് ഡിസ്അസംബിൾ. അസംബിൾ ചെയ്ത് ഡിസ്അസംബിൾ, അതിനകത്തൊരു ഓപ്പറേഷൻ ആണ്. അതിൻ്റെ സിമ്പിൾ ഇത്. അസംബിൾ ചെയ്തപ്പം ഹാഷ് ആയിരുന്നു, അതിൻ്റെ ഒരു ലൈനെ എലിമിനേറ്റ് ചെയ്ത് ഡിസ്അസംബിൾ. ലൈറ്റ് വയലറ്റ് ആണ് കളർ, DA ആണ് അതിൻ്റെ കോഡ്. ഇൻസ്പെക്ട്. അതിൻ്റെ കോഡ്, അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ഓവൽ ഷേപ്പ്, ഇൻവെർട്ടഡ് ഓവൽ. ദെൻ ബേൺഡ് കളർ ആയിരിക്കും അത്, I ഈസ് ദ കോഡ്. ദെൻ പ്രീ പൊസിഷൻ. പൊസിഷൻ ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ളതാണ് പ്രീ പൊസിഷൻ. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്, ഷോൺ ആസ് പെയിൽ ബ്ലൂ, PP ഈസ് ദ കോഡ്. ഓക്കെ, അടുത്ത് റിലീസ് ലോഡ്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത ലോഡ് ഇങ്ങനെ സൈഡിൽ കുറഞ്ഞു അതിനെ റിലീസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ റിലീസ് ലോഡ്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ട് ലോഡിനെ നേരെ തിരിച്ചിട്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് റിലീസ് ലോഡ്. ഇതിൻ്റെ കളർ കാർമൈൻ റെഡാണ്, RL ഇസ് ദ കോഡ്. അടുത്തത് റെസ്റ്റ് ഫോർ ഓവർകമ്മിങ് ഫാറ്റീഗ്. അതായത് വർക്കറെ റെസ്റ്റ് എടുക്കുക. അതിൻ്റെ സിമ്പിളാണ് ഇതേ കാണിക്കുന്നത്. ഒരു ഇരിക്കുന്ന പൊസിഷനിലാണ് ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഓറഞ്ച് ഇസ് ദ കളർ, R ഇസ് ദ കോഡ്.
ദെൻ അൺഅവോയ്ഡബിൾ ഡിലേയ്സ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡിലേയ്സ് ആണ് അൺഅവോയ്ഡബിൾ ഡിലേയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഇതാണ്. യെല്ലോ ഇസ് ദ കളർ, യു ഡി ഇസ് ദ കോഡ്. ദെൻ അവോയ്ഡബിൾ ഡിലേ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവോയ്ഡബിൾ ഡിലേ, ലെമൺ യെല്ലോ ഇസ് ദ കളർ ആൻഡ് ഡി ഇസ് ദ കോഡ്. അടുത്ത പ്ലാൻ, ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ ഈ രീതിയിലിരിക്കുന്നത്, അതാണ് പ്ലാൻ. അതിൻ്റെ കളർ ബ്രൗൺ ആണ്, പി എം ഇസ് ദ കോഡ്. ദെൻ ഫൈൻഡ്, സാധനത്തിനെ ആദ്യം സെർച്ച് ആയിരുന്നു, സെർച്ച് ചെയ്ത സാധനത്തിനെ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് എ ഫൈൻഡ്. സോ അതിൻ്റെ ഐയുടെ സിമ്പിൾ കൃഷ്ണമണി സെൻറ്ററിലേക്ക് വന്നു. ഓക്കെ, ഗ്രേ ഇസ് ദ കളർ, എഫ് ഇസ് ദ കോഡ്. ഇതാണ് 17 സിമ്പിൾസ് ആൻഡ് 4 തേർബ്ലിങ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. So what is micromotion, memomotion and macromotion studies? So micromotion study is a study of fundamental element or subdivision of an operation by means of a motion picture camera and timing device which accurately indicates the time intervals on motion picture film. നമ്മൾ ഈ മോഷൻ സ്റ്റഡി എപ്പോഴും ചെയ്യുന്നത് ഈ ഓൾവേസ് റെക്കോർഡ് ദിസ് ഓൺ എ ക്യാമറ. നമ്മൾ ഈ ഓരോ മൂവ്മെൻറ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മളിതിനെ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കാണും, സ്റ്റോപ്പ് വാച്ചും കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോ മൂവ്മെൻറ്റിനുള്ള ടൈം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. So micromotion studies are extremely useful for analyzing highly repetitive manual operation. In microanalysis, motion pictures are taken at a constant and known speed of 16 to 20 frames per second. അതിൻ്റെ ഫ്രെയിം സ്പീഡാണ്. ഈ ഓരോന്നും മൈക്രോമോഷൻ, മെമോമോഷൻ, മാക്രോമോഷൻ, ഇതിനകത്തൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു ഫ്രെയിം പെർ സെക്കൻഡിനകത്താണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഓക്കെ, അടുത്ത മെമോമോഷൻ സ്റ്റഡിയാണ്. The memomotion study, which is originated by M.E. Mundell, is a special form of micromotion study in which the motion pictures or videotape are taken at slow speeds, 5 to 10 frames per minute. ഇതാണ് അതിൻ്റെ സ്പീഡ് പോയിന്റ്, 5 to 10 frames per minute. It studies of overall factory flow or process is called micromotion studies. Memomotionന്റെ മറ്റൊരു പേരാണ് macromotion studies. Any process can be studied by dividing the process into activities. Process chart symbols like operation, inspection, transportation, etc. are macroscopic. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് മാക്രോസ്കോപ്പിക് മോഷൻ. എക്സാമ്പിൾ, ഓപ്പറേഷൻ ഓഫ് പിക്കിംഗ് എവേ എ സ്ക്രൂ ഡ്രൈവർ, ദാറ്റ്സ് എ മാക്രോമോഷൻ സ്റ്റഡി. മൈക്രോമോഷൻ സ്റ്റഡി വരുമ്പോൾ റീച്ച് ഹാൻഡ് ഫോർ സ്ക്രൂ ഡ്രൈവർ, ഗ്രാസ്പ് ദ സെയിം, ടേക്ക് എവേ ദ സ്ക്രൂ ഡ്രൈവർ. നമ്മളതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, so next is motion economy. So motion economy is the process of minimizing the physical and perceptual loads imposed on people engaged in a type of work, whether it is in office, shop floor, kitchen or on driving wheel. എന്താണ് മോഷൻ എക്കണോമി എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മിനിമൈസിങ് ദ ഫിസിക്കൽ ആൻഡ് പെർസെപ്ച്വൽ ലോഡ് ഇമ്പോസ്ഡ് ഓൺ പീപ്പിൾ. ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ലോഡിനെ റെഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് മോഷൻ എക്കണോമി. It leads to better design of equipment, jigs and fixtures, hand tools, furniture and labor saving devices. Also, it facilitates better layout of office, warehouse, plants and operating areas like office desk, workbench, aircraft, cockpit and crew compartments of armored flight vehicles. Application of principles of motion economy eliminates or minimizes wasteful and fatigue movements and increases the productivity of workers. Motion economy has limitations. It does not account for physical limitation or difference in operator. The practical application of these principles has been very much advocated by Frank V. Gilbert and his wife Lillian Gilbert. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ മോഷൻ എക്കണോമി ഈ എവല്യൂഷൻ അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു എന്താണെന്നുള്ളത്. സോ ഇത് മോഷൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മിനിമൈസിങ് ദ വർക്ക് ലോഡ്, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ സിറ്റുവേഷൻസ് നമുക്ക് ഫറ്റീഗ് ഉണ്ടാകാതെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മോഷൻ എക്കണോമി എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മോഷൻ എക്കണോമി കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ എക്കണോമി. മോഷൻ എക്കണോമി ഹെൽപ്സ് അച്ചീവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് ട്രോമ അറ്റ് ദ വർക്ക് സ്റ്റേഷൻ. പ്രൊഡക്ടിവിറ്റി കൂട്ടുക, വർക്കേഴ്സിൻ്റെ ട്രോമ റെഡ്യൂസ് ചെയ്യുക. The principles of motion economy are guidelines to be used when examining and designing workstation and workplace layout and during method study. Principle first used by Frank Gilbert and later rearranged by Barnes, Maynard. അത് പേരുകളൊന്നും പഠിക്കേണ്ട, ഫ്രാങ്ക് ഗിൽബർട്ട് എന്നുള്ള പേര് മാത്രം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം.
പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ എക്കണോമി അപ്ലൈ ടു ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്. അത് ഓപ്പറേറ്ററിൻ്റെ മൂവ്മെൻറ്റ്സിൽ നമ്മളിത് അപ്ലൈ ചെയ്യും. പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ അപ്ലൈ ടു ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വർക്ക് പ്ലേസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമ്മളിത് അപ്ലൈ ചെയ്യും. പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ അപ്ലൈ ടു ദ ഡിസൈൻ ഓഫ് ടൂൾസ്, കണ്ടെയ്നേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. നമ്മുടെ ടൂൾസിൻ്റെ ഡിസൈന്, കണ്ടെയ്നേഴ്സിൻ്റെ ഇതിലൊക്കെ നമ്മൾ മോഷൻ എക്കണോമി അപ്ലൈ ചെയ്യും. What are the steps involved in motion analysis? Select the operation to be studied. List and chart various motions performed by the operator. Identify productive and idle motions. Eliminate unnecessary and non-productive motions. Redesign the existing operation procedure by employing minimum number of motions in the most appropriate sequence and in accordance with the principle of motion economy. Then impart necessary instruction to the workers so that he develops proper habit cycle. അതെന്താ പറഞ്ഞത്, വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്തത് സെലക്ട് ചെയ്തു, മോഷൻസിനെ ലിസ്റ്റ് ചെയ്തു, പ്രൊഡക്റ്റീവ് ആൻഡ് ഐഡിയൽ മോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു, അൺനെസസറി മോഷനെ എലിമിനേറ്റ് ചെയ്തു, റീഡിസൈൻ ചെയ്തു. പിന്നെ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതിനെ അവരുടെ മനസ്സിൽ നിന്ന് അത് എലിമിനേറ്റ് ചെയ്യണം അല്ലേ. സോ വി ഹാവ് ടു ഗീവ് ട്രെയിനിങ്. ചെക്ക് വൺസ് അഗെയിൻ ദ പ്രൊസീജിയർ ഇൻ ദ ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് 5. Then procedure may be standardized. So ഇത്രയാണ് steps. Next we have simultaneous motion control charts or SIMO charts. Simultaneous motion cycle charts. Okay, എന്താ ഈ SIMO ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്കോർഡിംഗ് ടെക്നിക് ഫോർ മൈക്രോ മോഷൻ സ്റ്റഡി. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ മൈക്രോ മോഷൻ സ്റ്റഡിയുടെ ഒരു റെക്കോർഡിംഗ് ടെക്നിക്കാണ് ഈ സൈമിൾട്ടേനിയസ് മോഷൻ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. So it's a graphic representation of the sequence of the therblings or group of therblings performed by body members of operator. ഒരു ഹ്യൂമൻ ബോഡി മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഇപ്പം എൻ്റെ കേസ് എടുക്കാം. ഇപ്പം എൻ്റെ റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് എൻ്റെ മൂവ്മെൻറ്റ്സ് ഈ തേർബ്ലിങ്സ് വെച്ച് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമോ ചാർട്ട്സ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ ഓൺ എ കോമൺ ടൈം സ്കെയിൽ. ഒരു ടൈം സ്കെയിൽ വെച്ചിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. In other words, it's a two-handed process chart in terms of therblings. This 200 process chart in terms of therblings with a time scale. Okay, a video film or a motion picture film is shot of the operation. The film is analyzed frame by frame. നമ്മൾ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മൾ ഈ ഫിലിമിനെ അനലൈസ് ചെയ്യുന്നു. From the left hand, the sequence of therblings with their time values are recorded on the column corresponding to the left hand. ഇതാണ് നമ്മുടെ സിമോ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന്, ഇത് ഒന്ന്, രണ്ട്, മൂന്ന്. സോ ഇതിനെ മൂന്നായിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡിന് ഒരു ഇതുണ്ട്, ഇത് റൈറ്റ് ഹാൻഡിൻ്റെ. ഓക്കെ, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ആദ്യം ഗ്രാസ്പ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ട്രാൻസ്ഫർ, അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു, അതിന് കറസ്പോണ്ടിങ് തെർബിളിങ്ങിൻ്റെ സിമ്പിൾ വരയ്ക്കുന്നു, അതിനെടുക്കുന്ന ടൈം എത്രയാണെന്ന് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. സോ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈമിൾട്ടേനിയസ്ലി റൈറ്റ് ഹാൻഡിന് അവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് തെർബിളിങ് ഏതാണെന്ന് എഴുതുന്നു, അതിൻ്റെ ടൈം എഴുതുന്നു. സോ ഇവിടെ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മളൊരു വീഡിയോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്ന ടൈം സ്കെയിൽ എന്ന് പറയുന്നത് വിങ് എന്ന് പറയുന്ന ഒരു ടൈം സ്കെയിലാണ്. വിങ്, WINK, വിങ്. അപ്പോൾ 1 വിങ് ഈസ് ഈക്വൽ ടു 1/2000 ഓഫ് എ മിനിറ്റ്. അപ്പോൾ നമുക്കിതിന് കറസ്പോണ്ടിങ് ഒരു ടൈം കിട്ടി, നമ്മുടെ സ്റ്റോപ്പ് വാച്ചിൽ നമുക്കൊരു ടൈം കിട്ടി. ഓക്കെ, ആ ടൈമിനെ നമ്മൾ വിങ്കിലേക്ക് നമ്മൾ ഇവിടെ മാറ്റി സെൻറ്ററിൽ എഴുതും. അപ്പം ഇവിടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെയും റൈറ്റ് ഹാൻഡിൻ്റെയും നമുക്ക് ഇവിടെ കോമൺലി നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ ചിലപ്പം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ വിങ് കൗണ്ടർ റീഡർ, അപ്പം വിങ് 1, വിങ് 2 അങ്ങനെ ആയിരിക്കും നമ്മളിത് പോകുന്നത്. സീരിയൽ നമ്പർ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ജനറലി സിമോ ചാർട്ട്സ്. അപ്പം ഇറ്റ്സ് എ 200 പ്രോസസ് ചാർട്ട് വിത്ത് സർട്ടൺ തെർബ്ലിങ്സ് ആൻഡ് ടൈം സ്കെയിൽ. ഓക്കെ, ദാറ്റ് ഈസ് സിമോ ചാർട്ട്. സോ അടുത്തൊരു ഗ്രാഫാണ് സൈക്കിൾ ചാർട്ട്. സോ ഇതും വളരെ സിമോ ചാർട്ട്, സൈക്കിൾ ചാർട്ട്, ക്രോണോ സൈക്കിൾ ഗ്രാഫ്, ഇത്രയും 3 ഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൈക്കിൾ ഗ്രാഫ് ഇറ്റ്സ് എ ടെക്നിക് ഓഫ് അനലൈസിങ് ദ പാത്ത് ഓഫ് മോഷൻ മെയ്ഡ് ബൈ എൻ ഓപ്പറേറ്റർ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഗിൽബർട്ട്. ഒരു മൂവ്മെൻറ്റ് പാത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് സൈക്കിൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് മെമ്മോ മോഷൻ സ്റ്റഡീസ്. To make a cycle graph, a small electric bulb is attached to the finger
hand or any other part of the body whose motion is to be recorded. ഇപ്പോൾ എൻ്റെ കൈയുടെ മോഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പം എന്താ ചെയ്യുന്നത്, എൻ്റെ കൈയുടെ മുകളിൽ ഇവിടെ ഞാൻ ഇപ്പം ഒരു ബൾബ് കണക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഒരു വയർ വെച്ചിട്ട് ഒരു ബൾബ് കണക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ ക്രിക്കറ്റിൻ്റെ ഈ ബോളിംഗ് ആക്ഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. മുരളീധരനൊക്കെ പണ്ട് ബോളിംഗ് ആക്ഷൻ റോങ് ആയിരുന്നല്ലോ, നോ ബോളാണ് എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി ഒരു ടെസ്റ്റിംഗ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കി അതിൻ്റെ വീഡിയോസ് കാണാം. പുള്ളി ചെയ്ത് അതിൻ്റെ ടെസ്റ്റിംഗ് കാണിക്കുന്ന പുള്ളിയുടെ ഓരോ ഹാൻഡ് മൂവ്മെൻറ്റ്സിലും ഓരോ സെൻസേഴ്സ് വെച്ച്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ബൾബ് തന്നെ ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫ് പോലെ നമുക്കത് കിട്ടും. സോ അതിനെയാണ് നമ്മൾ സൈക്കിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. So to make a cycle graph, a small electric bulb is attached to the finger, hand or any other part of the body where motion is to be recorded. By using still photography, the path of light of bulb as it moves through the space for one complete cycle is photographed by keeping the working area relatively less illuminated. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് എൻ്റെ ഈ കയ്യിലെ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. സോ എൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് ഫോട്ടോ എടുത്ത് നമുക്ക് കിട്ടും. More than one camera may be used in different planes to get more details. Resulting picture or cycle graph shows a permanent record of the motion picture embodied in form of a closed loop of white continuous line with working area in the background. So ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ്, ഒരു സാമ്പിൾ ഗ്രാഫ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ സൈക്കിൾ ഗ്രാഫ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓർ സ്പീഡ് ഓഫ് മോഷൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ഡയറക്ഷനിലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അല്ലേ. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ക്രോണോസൈക്കിൾ ഗ്രാഫാണ്. എന്താ ക്രോണോസൈക്കിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, ക്രോണോസൈക്കിൾ ഗ്രാഫ് ഇസ് നത്തിങ് ബട്ട് ഇപ്പോൾ ചെയ്ത സൈക്കിൾ ഗ്രാഫ് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ബൾബ് ഇൻട്രപ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഇലുമിനേഷൻ ലൈറ്റ് കൊടുക്കുന്ന പോലെ കിടുക കത്തുക ആ ഒരു രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആൻഡ് ഓൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിന് ഒരു ഓവൽ ഷേപ്പ് നമുക്ക് കിട്ടും. ഇവിടെ ഈ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ എൻഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് സൈസ് നോക്കിയിട്ട് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് സ്പീഡ് അതിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ക്രോണോസൈക്കിൾ ഗ്രാഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. So chronocycle graph is similar to the cycle graph, but the power supply to the bulb is interrupted regularly using an electric circuit. The bulb is thus made to flash. The procedure for taking photographs remains the same. The resulting picture, instead of showing continuous line of motion pattern, shows short dashes of the line spaced in proportion to the speed of the body part photographed. Wide spacing represent fast moves, while close spacing would represent slow moves. A chronocycle graph can thus be used to study the motion pattern as well as compute velocity, acceleration and retardation experienced at different location. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചത് മെത്തേഡ് സ്റ്റഡിയാണ്. Now we are going to study a time study അല്ലെങ്കിൽ work measurement. So work measurement, also known as time study, is a method of establishing the time required by a qualified worker to carry out specified job at definite level of performance. Work measurement is concerned with investigating, reducing and subsequently eliminating effective time. So what are the objectives of work measurement? To determine the time required to do a job, thus to compare alternative methods and establish the fastest method. Then cost reduction and cost control. ഐഡൻറ്റിഫൈങ് സ്റ്റാൻഡേർഡ് വർക്കേഴ്സ്. അതായത് നമ്മൾ വർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യാൻ പറ്റാത്ത വർക്കേഴ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് സ്കോപ്പ് ഓഫ് വർക്ക് മെഷർമെൻറ്റ്? വർക്ക് മെഷർമെൻറ്റ് ഡിറ്റർമൈൻസ് നോർമൽ ടൈം ഫോർ എ ടാസ്ക് ആൻഡ് ദെർബൈ എസ്റ്റാബ്ലിഷസ് എ ഫണ്ടമെൻ്റൽ ബേസിസ് ഓഫ് സൗണ്ട് വേജ് ഇൻസെൻറ്റീവ് സ്കീം. അതായത് ഒരു സ്റ്റാൻഡേർഡ് പ്ലാൻ, ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വർക്ക് മെഷർമെൻറ്റ് പ്രൊവൈഡ്സ് ദ നെസസറി ഡേറ്റ ഫോർ എഫിഷ്യൻറ്റ് പ്ലാനിങ്, പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അലൗസ് എഫക്റ്റീവ് മാനിങ് ആൻഡ് ദ മോസ്റ്റ് എക്കണോമിക് യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. കറക്റ്റ് വർക്കേഴ്സിനെ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓൾ ഓഫ് ദീസ് പോയിൻറ്റ്സ് മെൻഷൻഡ് അബോവ് ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. സോ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. So these are the following techniques of work measurement. First is time study, then work sampling, analytical estimation and
PMTS or Predetermined Motion and Time Study. സോ നമുക്കിവിടെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ടൈം സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒബ്സർവ്ഡ് ടൈം. എന്താ ഒബ്സർവ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു വർക്കർ, ഏത് വർക്കർ ആയിക്കോട്ടെ, ഞാനോ വേറൊരാളോ ആരായിക്കോട്ടെ, സോ നമുക്ക് ആ വർക്കർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് അളക്കുവാണെങ്കിൽ ആ കിട്ടുന്ന സമയത്തിനാണ് നമ്മൾ ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈം റെക്കോർഡഡ് ബൈ സ്റ്റോപ്പ് വാച്ച് ബൈ വർക്ക് സ്റ്റഡി മാൻ during the observation of activity of the operator. That is a observed time. Next is rating factor. അതാണ് അടുത്ത ഫാക്ടറാണ് റേറ്റിംഗ് ഫാക്ടർ. During the time study engineer carefully observes the performance of the operator. This performance seldom conforms to the exact definition of normal and standard. ആ വർക്കർ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ലെവൽ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതിലും എക്സസ് ആയിരിക്കും, ചിലപ്പോൾ അതിലും താഴെ ആയിരിക്കും. ഓക്കെ, therefore it becomes necessary to apply some adjustment to the mean observed time to arrive at the time that the normal operator would have taken to that job when working at an average pace. അപ്പം നമുക്കൊരു ആവറേജ് റേറ്റ് ആക്കി ഇതിനെ മാറ്റണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്പീഡായിരിക്കത്തില്ല വേറൊരാൾ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ തന്നെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിലും വേറെ സാഹചര്യത്തിലും വർക്ക് ചെയ്യുമ്പം സെയിം വർക്ക് 2 ടൈമിലായിരിക്കും ചിലപ്പോൾ തീർക്കുന്നത്. സോ നമുക്കതിനെ ഒരു ആവറേജ് പേസിൽ ചെയ്യുമ്പം എത്രയാണ് അതിൻ്റെ പെർഫോമൻസ് ലെവൽ എത്രയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ പെർഫോമൻസ് റേറ്റിംഗ് ക്യാൻ ബി defined as the procedure in which the time study engineer compares the performance of the operator under observation to the normal performance. ഒരു നോർമൽ പെർഫോമൻസുമായിട്ട് നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഡിറ്റർമൈൻസ് എ ഫാക്ടർ കോൾഡ് റേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മളൊരു റേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ റേറ്റിംഗ് ഫാക്ടർ ഈസ് ഒബ്സർവ്ഡ് പെർഫോമൻസ് ഡിവൈഡ് ബൈ നോർമൽ പെർഫോമൻസ്. അത് വെച്ചിട്ട് നമ്മളൊരു റേറ്റിംഗ് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി അടുത്തെന്താ ചെയ്യുന്നത്? സോ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഫസ്റ്റ് ഒരു ഒബ്സർവ് ടൈം കിട്ടി, അവിടെ നിന്നൊരു റേറ്റിംഗ് ഫാക്ടർ കിട്ടി. സോ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ നോർമൽ ടൈം കണ്ടുപിടിക്കും. സോ നോർമൽ ടൈം ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടൈം ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഓപ്പറേറ്റർ കൺസിഡറിങ് ദ റേറ്റിംഗ് പെർഫോമൻസ്. നമ്മൾ ഈ ഒരു റേറ്റിംഗ് ഫാക്ടർ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന ടൈമിനെയാണ് നമ്മൾ നോർമൽ ടൈം എന്ന് പറയുന്നത്. സോ നോർമൽ ടൈം ഈസ് ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ. റേറ്റിംഗ് ഫാക്ടർ വെച്ച് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തെന്താ നമ്മൾ ചെയ്യുന്നത്? സോ നൗ വി ആഡ് സം അലവൻസസ്. എന്താ അലവൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഏറ്റുമാനൂർ വരെ പോകുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ വലിയ ബ്ലോക്കൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മളൊരു ആവറേജ് പേസിൽ നമ്മൾ അവിടെ പോകുന്നു. പക്ഷേ ചിലപ്പം ബൈ ചാൻസ് ഞാൻ ചിലപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാകും. സോ എനിക്ക് അവിടെ പോയിട്ട് ഇത്ര സമയത്ത് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ഞാനൊരു കറക്റ്റ് ഒരു അലവൻസും കൂടി ഇട്ട്, അപ്പം എനിക്ക് ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരാൻ 15 മിനിറ്റ് എടുക്കുന്നതെന്ന് വിചാരിക്കാം, വിത്തൗട്ട് എനി ബ്ലോക്ക്. അപ്പം ഞാൻ ഒരാളോട് പറയുമ്പോൾ, ഇപ്പം നിങ്ങളിൽ ഒരാളെ എനിക്ക് ഏറ്റുമാനൂർ വരെ വിടണം, അപ്പോൾ നിങ്ങൾ പോയിട്ട് വരുന്ന ടൈം 15 പ്ലസ് ഒരു 5 മിനിറ്റ് ബ്ലോക്ക്, 20 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരണമെന്ന് പറയാം. സോ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന 5 മിനിറ്റ്സ്, അതിനെയാണ് നമ്മൾ അലവൻസ് എന്ന് പറയുന്നത്. സോ ഒരു കമ്പനിയുടെ കേസിൽ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ കേസിൽ നമ്മൾ പലതരം അലവൻസസ് ആഡ് ചെയ്യാറുണ്ട്. ഇത് സെപ്പറേറ്റ് എടുത്ത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലവൻസസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അതിനകത്ത് റിലാക്സേഷൻ അലവൻസ് ഉണ്ട്, കണ്ടിജൻസി അലവൻസ് ഉണ്ട്. റിലാക്സേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർക്കർ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ല, പുള്ളിക്ക് ഒരു റിലാക്സേഷൻ ഇടയ്ക്ക് വേണം, അല്ലേ? ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, ഒരു കാപ്പി എടുക്കണം. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് റെഡ്യൂസ് ചെയ്യണം. സോ അങ്ങനെ കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ റിലാക്സേഷൻ അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടിജൻസി അലവൻസ്. എന്താ കണ്ടിജൻസി അലവൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ടൈം അലോട്ടഡ് ഡ്യൂറിങ് ദ പ്ലാനിങ് ഫോർ അൺഷെഡ്യൂൾഡ് ഇവൻറ്റ്സ്. എന്തെങ്കിലും അൺഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ കണ്ടിജൻസി അലവൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു അലവൻസ് കൂടെ ആഡ് ചെയ്തു, അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം മേ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ യൂണിറ്റ് ഓഫ് വർക്ക് അണ്ടർ എക്സിസ്റ്റിംഗ് വർക്കിംഗ് കണ്ടീഷൻ യൂസിങ് ദ സ്പെസിഫൈഡ് മെത്തേഡ് ആൻഡ് മെഷീനറി ബൈ ആൻ ഓപ്പറേറ്റർ ഏബിൾ ടു വർക്ക് ഇൻ എ പ്രോപ്പർ മാനർ ആൻഡ് അറ്റ് എ സ്റ്റാൻഡേർഡ് പേസ്. സോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? സോ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം ഇസ് ഈക്വൽ ടു നോർമൽ ടൈം. നോർമൽ ടൈം എന്ന് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്താ നോർമൽ ടൈം? ഇറ്റ് ഇസ് ദ observed time into rating factor, that is normal time plus 2 allowances.
രണ്ടോ അതിൽ കൂടുതൽ അലവൻസ്. എന്തൊക്കെയാണ് അലവൻസ്? റിലാക്സേഷൻ അലവൻസും കണ്ടിജൻസി അലവൻസുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും അലവൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് ടൈം ഇസ് ഈക്വൽ ടു നോർമൽ ടൈംസ് പ്ലസ് അലവൻസസ്. So what are the basic steps in time study? First one is define the objective of the time study. First step, we have to define the objective of the time study. Second, verify that the standard method and conditions exist for operation and the operator is properly trained. അതായത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡോ അല്ലെങ്കിൽ നമ്മൾ അളക്കാൻ പോകുന്ന ഒരു ഓപ്പറേറ്ററോ പുള്ളി വെൽ ട്രെയിൻഡ് അല്ലെങ്കിൽ മെത്തേഡ് കറക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈം സ്റ്റഡി ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടൈം സ്റ്റഡി ചെയ്യാൻ. സെലക്ട് ഓപ്പറേറ്റർ ടു ബി സ്റ്റഡീഡ് ഇഫ് ദർ ആർ മോർ ദാൻ വൺ ഓപ്പറേറ്റർ ഡ്യൂറിങ് ദ സെയിം ടാസ്ക്. ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യണം ഒരു ടൈം സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ്. റെക്കോർഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ സ്റ്റാൻഡേർഡ് മെത്തേഡ്, ഓപ്പറേഷൻ, ഓപ്പറേറ്റർ, പ്രോഡക്റ്റ്, എക്യുപ്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓൺ ടൈം സ്റ്റഡി ഒബ്സർവേഷൻ ഷീറ്റ്. നമുക്കൊരു ടൈം സ്റ്റഡി ഒബ്സർവേഷൻ ഷീറ്റ് ഉണ്ട്. അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യണം. ഡിവൈഡ് ദ ഓപ്പറേഷൻ ഇൻ ടു റീസണബിളി സ്മോൾ എലമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ് ദം ഓൺ ടൈം സ്റ്റഡി ഒബ്സർവേഷൻ ഷീറ്റ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ വർക്കിനെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Collect and record the data of required number of cycles by timing and rating the operator. Data collect ചെയ്യുന്നു. Calculate the representative watch time for each element of operation. Multiply it with the rating factor to get the normal time. ഇപ്പോൾ ഒബ്സർവ് ടൈം കിട്ടി, അവിടുന്ന് റേറ്റിംഗ് ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോർമൽ ടൈം കിട്ടി. Calculate the normal time for the whole operation by adding the normal time of its various elements. അപ്പം പല പല എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഓരോ എലമെൻറ്റ്സിൻ്റെയും നോർമൽ ടൈം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. Determine allowances for fatigue and various other delays. Determine the standard time of operation, that is normal time plus allowances. So നമ്മുടെ വർക്ക് മെഷർമെൻറ്റിൻ്റെ അടുത്ത ടെക്നിക്കാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. വർക്ക് സാമ്പിളിംഗ് ഓർ ആക്ടിവിറ്റി സാമ്പിളിംഗ്, ഇതിന് മറ്റൊരു പേരാണ് ആക്ടിവിറ്റി സാമ്പിളിംഗ്. ഇത് സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വർക്ക് സാമ്പിളിംഗ് PMTS എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. So work sampling or activity sampling is a method of finding the percentage of occurrence of a certain activity by statistical sampling and random observation. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്, ഒരു സാമ്പിൾ എടുത്തിട്ട് അല്ലെങ്കിൽ റാൻഡം ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ഒക്കറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ LHC Tippett of British Cotton Industry Research Association in 1934. So work sampling is used to estimate the proportion of workers' time that is devoted to different elements of work activity. ഓരോ ആക്ടിവിറ്റിക്കും ഓരോ വർക്കേഴ്സിന് എടുക്കുന്ന ടൈമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ വർക്ക് സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. Statistical theory explains that adequate random samples of observation spread over sufficient period of time can construct an accurate picture of actual situation in the system. അപ്പോൾ പല പല സാമ്പിൾസ് പല പല സിറ്റുവേഷനിൽ നമ്മൾ റീഡിങ് എടുക്കുക. അത് വെച്ചിട്ടാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. The fundamental concept of work sampling is that sample taken at random from a large group tends to have some pattern of distribution as the large parent group, and if the sample is large enough, the characteristics of the sample will differ very little from the characteristic of the parent group of population. അപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുന്നു, എല്ലാം എടുക്കുന്നതിൽ ഒരു സാമ്പിൾ എടുക്കുന്നു. സോ ഈ സാമ്പിളിന് പാരൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ സാമ്പിളിംഗ് പ്രോസസ് ഷുഡ് ബി കംപ്ലീറ്റഡ് അൺബയസ്ഡ് ആൻഡ് ഈച്ച് പാർട്ട് കോംപ്രമൈസിങ് ദ പോപ്പുലേഷൻ മസ്റ്റ് ഹാവ് ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ഡ്രോൺ. ഓക്കെ, ദിസ് ക്യാൻ ബി എൻഷുർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റാൻഡം സാമ്പിളിംഗ്. റാൻഡമായിട്ടായിരിക്കും സാമ്പിൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു ഡിസൈഡ് വാട്ട് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഈസ് ഡിസൈഡ് ഇൻ ഫൈനൽ വർക്ക് സാമ്പിൾ. The most common confidence level interval is 95%, which means that probability is 95% of times the random observation will represent the facts and 5% of time it will not. ഒരു 95% കോൺഫിഡൻസ് ലെവലിലായിരിക്കും നമ്മൾ ഈ ഓരോ ഫാക്ടേഴ്സും എടുക്കുന്നത്. സോ അതിനുശേഷം നമ്മളിവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദ ഫോർമുല ഫോർ ഡിറ്റർമിനിങ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ റിക്വയർഡ് ആസ് ഇറ്റ് ഫോളോസ്. P into S is equal to K into root of P into 1 minus P by M. S എന്ന് പറയുന്നത് അക്യുറസി റിക്വയർഡ് ഇൻ ഫ്രാക്ഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന അക്യുറസിയാണ്. P എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഒക്കറൻസ് ഓഫ് ആക്ടിവിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ. N നമ്പർ ഓഫ് ഒബ്സർവേഷൻ
റിക്വയർഡ് ഫോർ ഡിസൈഡ് കോൺഫിഡൻസ് ലെവൽ ആൻഡ് മാർജിൻ ഓഫ് എറർ. കെ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവലിനെ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം 1.96, 3 ഈ 3 ലെവൽസാണുള്ളത്. 1 എന്ന് പറയുന്നത് 68.27 കോൺഫിഡൻസ് ലെവൽ ആണെങ്കിൽ, 1.96 95% ആണെങ്കിൽ, 3 99% കോൺഫിഡൻസ് ലെവൽ ആണെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് സെലക്ട് ചെയ്യും. Then what are the steps involved in work sampling? Identify the worker or machine to be sampled. Define the activities to be observed and duration of study. Estimate the sample size based on accuracy and confidence level. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് സാമ്പിൾ സൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. Observe, record data and check to see if the estimated sample size remains valid. Then estimate the proportion of time spent on given activity. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും എടുത്തിട്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, what are the advantages of work sampling? Many operators or activities which are difficult or uneconomical to measure by time study can be readily measured by using work sampling. കാര്യം എന്തുകൊണ്ടാണ്, വർക്ക് സാമ്പിളിങ്ങിനകത്ത് നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ് വർക്കിനും ഓരോ സ്റ്റാൻഡേർഡ് ടൈമും നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഓരോ ഡീറ്റെയിൽ ടൈം സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. 2 or more studies can be simultaneously made of several operators or machines by a single study person. It usually requires fewer man-hours to make a work sampling study than to make a continuous time study. Also, the cost is also reduced. No stopwatch or other time measuring device is needed for work sampling studies. It usually requires less time to calculate the results of work sampling studies. Then disadvantages: it is not economical for the study of a single operator or operation or machine. വർക്ക് സാമ്പിളിംഗ് സ്റ്റഡി ഡസ് നോട്ട് പ്രൊവൈഡ് എലമെൻ്റൽ ടൈം ഡേറ്റ. ഓരോ എലമെൻറ്റിൻ്റെയും ടൈം ഡേറ്റ നമുക്ക് ഫൈനലി കിട്ടത്തില്ല. ടോട്ടൽ ഒരു ടൈം സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ ഓപ്പറേറ്റർ മേ ചേഞ്ച് ഹിസ് വർക്ക് പാറ്റേൺ വെൻ ഹി സീസ് ദ സ്റ്റഡി പേഴ്സൺ. ഫോർ ഇൻസ്റ്റൻസ്, ഹി മേ ട്രൈ ടു ലുക്ക് പ്രൊഡക്റ്റീവ് ആൻഡ് മേക്ക് റിസൾട്ട്സ് ഓഫ് സ്റ്റഡി എറർനെസ്. No record is usually made on method study of being used by the operator. Therefore, a new study has to be made when a method change occurs in any element of operation. Compared to stopwatch study, the statistical approach of work sampling study is difficult to understand by the workers. So next one is analytical estimation. So analytical estimation is a work measurement technique in which the time required to carry out elements of a job at a defined level of performance is estimated partly from knowledge, a practical experience and partly from synthetic data. അതായത് നമ്മളൊരു അനാലിറ്റിക്കൽ എസ്റ്റിമേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ്? ഡിഫൈൻ ദ ലെവൽ ഓഫ് പെർഫോമൻസ് ഈസ് എസ്റ്റിമേറ്റഡ് പാർട്ട്ലി ഫ്രം നോളജ്. നമുക്കൊരു സാധനത്തിൻ്റെ നോളജ്, എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് പാർട്ട്ലി ഫ്രം സിന്തറ്റിക് ഡാറ്റ. ഈ ഒരു വാല്യൂസിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു അനാലിറ്റിക്കൽ എസ്റ്റിമേഷനിലേക്ക് എത്തുന്നത്. Analytical estimation is a structured work measuring technique. It is used to determine time value for jobs having long and repetitive operation. Analytical estimation finds its application in repair and maintenance work, tool rooms, engineering construction, job production, office routines, etc. So what are the procedure? The whole job is broken into smaller individual tasks. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സെലക്ട് ടൈം വാല്യൂസ് ഫോർ ആസ് മെനി എലമെൻറ്റ്സ് ആസ് പോസിബിൾ. നമുക്ക് ഓരോ എലമെൻറ്റ്സിനും ഓരോ ടൈം വാല്യൂസ് നമ്മൾ ഓൾറെഡി സിന്തറ്റിക് ഡേറ്റയിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ടു ദ റിമൈനിങ് എലമെൻറ്റ്സ് ഫോർ വിച്ച് സിന്തറ്റിക് ഡേറ്റ ഈസ് അവൈലബിൾ, ദ എസ്റ്റിമേറ്റർ ഗീവ്സ് സ്യൂട്ടബിൾ ടൈം വാല്യൂസ് ഫോർ ഹിസ് പാർട്ട് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ചില ഇതിനൊന്നും നമുക്ക് ഡേറ്റാസ് കിട്ടത്തില്ല. അപ്പോൾ അതിന് തന്നെ ചെയ്യുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ നോളജ് വെച്ചിട്ട് നമുക്കൊരു ടൈം അല്ലെങ്കിൽ ഒരു ടൈം വാല്യൂ നമ്മളതിനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ആഡ് 2 and 3 ആൻഡ് ദിസ് ഈസ് ദ ടോട്ടൽ ബേസിസ് ടൈം അറ്റ് 100% റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായിരുന്നു, അത് കിട്ടി. നമുക്ക് ഇല്ലാത്ത ഡേറ്റ വെച്ചിട്ട് നമ്മൾ അതിനൊരു ടൈം കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമ്മൾ ചേർത്ത് കിട്ടുമ്പോൾ 100% റേറ്റിങ്ങിലുള്ള ഒരു ബേസിക് ടൈം കിട്ടും. ആഡ് ടു ഈ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ ആഡ് അപ്രോപ്രിയേറ്റ് റിലാക്സേഷൻ അലവൻസ്, നമ്മൾ അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് ആൻഡ് ഫൈനലി any additional allowance if applicable may be added to arrive at a standard time. റിലാക്സേഷൻ അലവൻസും അല്ല വേറെ എന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടുന്നു.
The most significant advantage of using analytical estimation is the speed of application and the low cost. പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും, കാര്യം നമുക്ക് ഓൾറെഡി ഡിറ്റർമൈൻഡ് വാല്യൂസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കിട്ടുന്നത്. സോ since analytical estimation technique relies upon the judgment of estimator, time values obtained may not be as accurate and reliable as that estimated by stopwatch time study. ഇതൊരു പ്രധാന പോരായ്മ. കാര്യം ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒരു നോളജും വെച്ചിട്ടായിരിക്കത്തില്ല വേറൊരാൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അയാൾ എന്നെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അയാളെക്കാളും ബെറ്റർ ആയിട്ട്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് എപ്പോഴും ഒരു വേരിയിങ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഒരു ടൈം സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡി ആണെങ്കിൽ അക്യുറേറ്റ് വാല്യൂ നമുക്കവിടെ അവൈലബിൾ ആണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് PMTS. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രീ ഡിറ്റർമൈൻഡ് മോഷൻ ടൈം സിസ്റ്റം, PMTS. So in PMTS, analysis of work is done based on human movements, classifying according to the nature of each movement and condition under which it is made. It is assumed that all manual tasks in the industries are made up of certain basic human movements. നമ്മൾ തേർബ്ലിങ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ മൂവ്മെൻറ്റ്സും കുറച്ച് certain മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക. ഇപ്പോൾ തേർബ്ലിങ്സ് 18 തേർബ്ലിങ്സ് ആണെങ്കിൽ ആ 18 മൂവ്മെൻറ്റ്സ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വർക്കിനകത്ത്. അപ്പോൾ ഈ ഓരോ മൂവ്മെൻറ്റിനും ഓരോ ബേസിക് വാല്യൂ വെച്ചിട്ട് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്രാസ്പ് അതിനെടുക്കുന്നൊരു ടൈമുണ്ട്, ഹോൾഡ് അതിനെടുക്കുന്നൊരു ടൈമുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ അതിനെടുക്കുന്നൊരു ടൈമുണ്ട്, ഇന്ന പോയിന്റ് തൊട്ട് ഇന്ന പോയിന്റ് വരെ. സോ ഇതിന് ഓരോ വർക്കിന് നമ്മളൊരു പ്രീ ഡിറ്റർമൈൻഡ് മോഷൻ ടൈം സിസ്റ്റം, നമ്മൾ നേരത്തെ ഒരു മോഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു ടൈം അലോട്ട് ചെയ്ത് വെച്ചിരിക്കുക. The average time taken by the industrial worker to perform a basic movement is practically constant. So ഇതിനെന്താ ചെയ്യുന്നത്? Select a large number of workers doing variety of job under normal working condition in industry. Record the job operation in a movie film. ഒരു മൂവി ഫിലിമിൽ ഈ പല ഓപ്പറേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അനലൈസ് ദ ഫിലിം, നോട്ട് ഡൗൺ ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഈച്ച് എലമെൻറ്റ് ആൻഡ് കമ്പൈൽ ദ ഡേറ്റ ഇൻ ഫോം ഓഫ് ടേബിൾ ഓഫ് ചാർട്ട്. നേരത്തെ ഇതുപോലെ നമുക്ക് ഈ പ്രീ ഡിറ്റർമൈൻഡ് മോഷൻസ് ഏതൊക്കെയാണ് ഈ വീഡിയോ നോക്കി അനലൈസ് ചെയ്യുന്നു, അതിനെടുക്കുന്ന ടൈം ഓരോ വർക്കേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടൈം ഒരു ആവറേജ് ടൈം നമ്മളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. വൺസ് ദ ടേബിൾ ഫോർ വേരിയസ് മോഷൻ ഈസ് റെഡി, ദ നോർമൽ ടൈം ഫോർ എനി ന്യൂ ജോബ് ക്യാൻ ബി ഡിറ്റർമൈൻ ബൈ ബ്രേക്കിംഗ് ജോബ് ഇൻ ടു ബേസിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഗ്രാസ്പിനൊരു ടൈം കിട്ടി, ഹോൾഡിനൊരു ടൈം കിട്ടി, പിന്നെ വർക്ക് ചെയ്യാനൊരു ടൈം കിട്ടി. അപ്പം ഈ ഓരോ ഓപ്പറേഷൻ നമുക്ക് ടൈം കിട്ടി. അപ്പം ഇപ്പോൾ ഇപ്പോൾ വർക്ക് നമ്പർ 1 ഉണ്ട്, അപ്പോൾ അത് ഓരോ മെഷീനിലോട്ട് കയറി പോകുന്നു. വർക്ക് നമ്പർ 2 അത് വേറെ മെഷീനിലും വേറെ മൂവ്മെൻറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും സ്റ്റാൻഡേർഡ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നിൻ്റെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ടൈം നേരായിട്ട് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് the use of PMTS. Okay, standard time may be obtained by adding proper allowances. What are the advantages of PMTS? There is no need of actually observe the operation running. This means the estimation of time to perform a job can be made from drawings even before the job is actually done. ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ PMTS വെച്ച് നമുക്ക് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. The use of PMT eliminates the need of troublesome and controversial performance rating. The sole reason of avoiding performance rating, some companies have been using this technique. The use of PMTS force the analyst to study the method in detail. This sometimes help to further improve the method. A byproduct of the use of PMTS is a detailed record of the method operation. നമ്മൾ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. ഓരോ ഡീറ്റെയിൽ മെത്തേഡും ആ മെത്തേഡിന് ഓരോ ടൈമും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ മെത്തേഡ് അനാലിസിസ് നമുക്ക് ഇതുവഴി നമുക്ക് കിട്ടുന്നു. This is an advantages for installation of method for instructional purpose and for detection and verification of any change that might occur in the method in future. The PM times can be usefully employed to establish the elemental standard data for setting time standards on job done on various type of machines and equipments. The basic times determined with the use of PMT system are relatively more consistent.